measure directly or indirectly. എന്താണ് quantities which can measure directly or indirectly. ഇത് സയൻസ് ആണോ? അതെ. ഫെമിഡാനി എന്ന് പറഞ്ഞ ആളല്ലേ? അത് വേറെ. ഓക്കെ, സോറി. ശ്രദ്ധിക്കുക. അപ്പൊ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ക്ലിയർ? അപ്പൊ നമുക്ക് നേരിട്ടോ അല്ലാതെയോ എന്ത് ചെയ്യാൻ പറ്റണം? മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. രണ്ട് രീതിയിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. മറ്റൊന്ന് എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലേ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? രണ്ട് വാക്കുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? രണ്ട് വാക്കുകളാണ് പറഞ്ഞത്. ഏതൊക്കെയാ? അവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും അല്ലെ? മാത്രല്ല വേറെ ആളുകളുടെ സഹായം വേണോ? അതാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? cannot be expressed in terms of other quantities. വേറെ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത് അല്ലെ? എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസാ? 7 എണ്ണം. ഏതൊക്കെയായിരുന്നു? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി. അപ്പൊ എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. വേയോ. പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്തായിരുന്നു? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which can be expressed by expressed in terms of fundamental quantities. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസ് ഉപയോഗിച്ചുകൊണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന എന്താണ് ക്വാണ്ടിറ്റീസിനെയാണ് എന്ന് വിളിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ക്വാണ്ടിറ്റീസ് എന്താന്നുള്ളത് കണ്ടു അല്ലെ? എന്താണ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത് കണ്ടു. ക്വാണ്ടിറ്റീസ് മാത്രം പോരാ നമുക്ക്. ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുമ്പോ അതിന് കൃത്യമായിട്ടുള്ള എന്ത് വേണം? ഒരു യൂണിറ്റ്സ് വേണം അല്ലെ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് 5 എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് കരുതാം. എന്താ കൊണ്ടുവരാൻ പറഞ്ഞ? ഇവിടെ ഫസ്റ്റ് ബെഞ്ച് ആരാ വരണേ? ഏത് ടീമാ? ഇവിടെ എത്തിയിട്ടില്ലല്ലോ. വന്നിട്ടില്ലേ ആൾക്കാർ? ഏറ്റവും ലാസ്റ്റ് ഇരുന്ന ആൾക്കാർ ആരാ? ഇന്നലെ ജെന്നിഫർ ആണോ? ഇല്ല, ജെന്നിഫർ എവിടെയായിരുന്നു? എവിടെയായിരുന്നേ? ഇവിടെ. അവരിരിക്കുന്നിടത്താണോ? ആൻഡ്രോസിന്റെ ബെഞ്ചിലാ? ബെഞ്ച് മാറിയിരിക്കല്ലേ? അപ്പൊ ആരാ? ആൻഡ്രോസിന്റെ ബെഞ്ച് ആരും എവിടെയായിരുന്നേ? അവരെവിടെ ഇരിക്കണ്ടായിരുന്നു? ആര്? ആൻഡ്രോസിന്റെ ബെഞ്ച് ആരും എവിടെ ഇരിക്കണ്ടായിരുന്നു ഇന്നലെ? സാനിയുടെ ബെഞ്ച് ആര്? പറയോ? വരും. തേർഡ് ബെഞ്ചില്. അപ്പൊ 1, 2, 3. അപ്പൊ നിങ്ങൾ ബാക്കിലേക്ക് മാറി അല്ലേ? നിങ്ങൾ എവിടെ ഇരിക്കണ്ടായിരുന്നു? അപ്പൊ നിങ്ങൾ ആൻഡ്രോസ് ഇരിക്കുന്ന ബെഞ്ചിലാണോ ഇരിക്കണ്ടായിരുന്നത്? അതെ. അപ്പൊ ജെന്നിഫറിന്റെ ബെഞ്ച് ആരും എവിടെ ഇരിക്കണ്ടായിരുന്നു ഇന്നലെ? അതെ, ശരിയാ. ആര്? തൊട്ട് മുന്നിലായിരുന്നു. അപ്പൊ നിങ്ങൾ അതിന് മുന്നിലേക്ക് പോണേ? അന്ന് അറേഞ്ച് ചെയ്തിരുന്നേ കറക്റ്റ് ആയിട്ട്. വേഗാവട്ടെ. അത് ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടില്ലേ മാഷ്? കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞാണല്ലോ. ആഞ്ചലിനയുടെ ബെഞ്ചാര് എവിടെ ഇരുന്നല്ലേ? അവിടെയാണ് ഇരിക്കണ്ടായിരുന്നത്. നിങ്ങൾ എങ്ങോട്ട് പോയി? ബാക്കിലേക്ക് പോയി. നിങ്ങൾ എവിടെ ഇരിക്കണ്ടായിരുന്നേ? നിങ്ങള് ഏറ്റവും ബാക്കിലായിരുന്നോ? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നേ? വെടിയായിരുന്നെങ്കിൽ കറക്റ്റ് ആവോ? തെറ്റി. അന്നൊരു കാര്യം ചെയ്തോ, അടുത്ത ദിവസം തൊട്ട്. അപ്പൊ നാളെ നിങ്ങൾ എങ്ങോട്ട് വെക്കോ? ബാക്കിലേക്ക് പോകും. ബെഞ്ച് മാറിയിരിക്കട്ടോ, അല്ലെങ്കിൽ കറക്റ്റ് വരില്ല. അതുകൊണ്ടാ ബാക്കിൽ തന്നെ ഇരുന്ന കളി തമാശയാവും. ഇവിടെ റൊട്ടേറ്റ് ആയിട്ടില്ലല്ലോ. നിങ്ങൾ മാറിയോ? അവരെ കൂട്ടണം. ആ ബെഞ്ചുകാരും ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വിടണം കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ നിങ്ങൾ ഇങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ മക്കളെ. അപ്പൊ ക്ലിയർ ആയോ? നിങ്ങൾ നാളെ ഫ്രണ്ട് ബാക്കിലേക്ക് അല്ല, നിങ്ങൾ എങ്ങനെ ഇരിക്കണ്ടേ? സെക്കൻഡ് ബെഞ്ചിലേക്കല്ലേ പോവാ? ഇനി മാറരുത് കേട്ടാ. അതെന്താ മാഷ പറയുന്നത്? റൊട്ടേഷൻ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ടാ, അല്ലെങ്കിൽ റൊട്ടേഷൻ വരില്ല കേട്ടോ. അതുകൊണ്ടാ ശ്രദ്ധിച്ചേ. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുമ്പോ മാഷ പറഞ്ഞു 5 എണ്ണം എടുത്തോണ്ടിരാൻ പറഞ്ഞു. 5 എണ്ണം എടുത്തോണ്ടിരാൻ പറഞ്ഞു. എന്തെടുത്തോണ്ടിരാ? നിങ്ങൾ ചോദിക്കും എന്റെ അടുത്ത്, എന്താ ജസ്മിന്റെ ബെഞ്ച് ചെയ്താ? അതല്ലല്ലോ, പുതിയ ബെഞ്ചിലല്ലല്ലോ ജസ്മിൻ. ബാക്കിലേക്ക്. നിന്റെ ബെഞ്ചിൽ നീ മാത്രമേ ഉള്ളൂ. ആരുടെ കൂടെ ഇരിക്കാറ്? ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നോ ജസ്മിൻ? ആരുടെ കൂടെ ഇരുന്ന് ഇന്നലെ? ആര്യാസിന്റെ ബെഞ്ചില്. അങ്ങോട്ട് കയറിയിരുന്നേ. ഏതാ സീറ്റ്? ഇതിനും കൂടി ഉണ്ടാവാറുണ്ട്. നിന്റെ ബെഞ്ചിലേക്ക് കയറിയിരിക്കുന്നേ ജസ്മിന്റെ ബെഞ്ചിൽ. അത് അവിടെ ഇരിക്കാനാണോ? കമ്പനിയായിട്ട് ഇരിക്കാനാ? അങ്ങനെ വെച്ചാൽ അവിടെ ഇരുന്നോ. നാളെ ഒരുമിച്ച് മാറണം കേട്ടോ. ഓക്കെ, മാറിയിരിക്കണമെങ്കിൽ മാറിയിരുന്നോട്ടോ. അത് മാഷക്ക് പ്രശ്നമില്ല. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്തോളൂ. ഫ്രണ്ടിലേക്ക് വരണം. ഇരിക്കണ എല്ലാവരും ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കരുത്.
പുറകിലിരിക്കരുത്, മാസ്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ 5 എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് അല്ലെ? നിങ്ങൾ തിരിച്ചു ചോദിക്കും. എന്താ ചോദിക്കുക? എന്താണ് 5, എന്താണ് എടുത്തുകൊണ്ടുവരണ്ടേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് എന്ത് വേണം? ഒരു യൂണിറ്റ് വേണം. എന്ത് വേണം? യൂണിറ്റ് വേണം. ഫിസിക്കൽ യൂണിറ്റ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, ഫിസിക്കൽ യൂണിറ്റ്. സമയത്തിന് എത്താട്ടോ, മാട്ടിക്കായി കാരണം പറയാതെ സമയത്തിന് വരിക കേട്ടോ. 37ആയി. ഫിസിക്കൽ യൂണിറ്റ്. അപ്പൊ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 2 കിലോ പഞ്ചസാര അല്ലെ? അവിടെ 2 പഞ്ചസാര എന്നാണോ പറയുന്നത്? അല്ല. അല്ലെങ്കിൽ 1 പഞ്ചസാര എന്നാണോ പറയുന്നത്? അല്ല. അവിടെ എന്ത് വെക്കുന്നുണ്ട്? നമ്മള് കിലോ വെക്കുന്നുണ്ട് അല്ലെ? യൂണിറ്റ്. എന്താണ് യൂണിറ്റ്? നമ്മള് ഒരു സാധനം എടുത്ത് വെച്ചിട്ട് അതിനെ എന്തെന്ന് വിളിക്കുകയാണ്? എത്ര കിലോ എന്ന് വിളിക്കുകയാണ്? 1 കിലോ എന്ന് വിളിക്കുക. എന്നിട്ട് എല്ലാവരും കൂടെ സമ്മതിക്കുകയാണ്. മാഷ് പറയാണ് ഈ പേനയാണ് 1 കിലോ എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും സമ്മതിച്ചു. നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ലേ? പറ്റും. 1 കിലോ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഈ പേന എടുത്ത് വയ്ക്കും അല്ലെ? ഒരു സൈഡില്. ഇതിന് തുല്യമായിട്ടുള്ള പഞ്ചസാര എവിടെ വരണം? മറ്റേ സൈഡിലും വരണം. കറക്റ്റ് അല്ലേ പറയുന്നത്? അപ്പോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താന്നുള്ളത് കണ്ടു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എന്ത് വേണം? എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള എന്ത് വേണം? യൂണിറ്റ്സ് വേണം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ യൂണിറ്റ്. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിറ്റ്. എന്താണ്? യൂണിറ്റ്. അപ്പൊ 1 കിലോ എന്ന് പറഞ്ഞാൽ ആരെ സെറ്റ് ചെയ്യണേ? നമ്മളെല്ലാവരും കൂടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അല്ലെങ്കിൽ ഒരു മീറ്റർ എന്തോരുണ്ട്? S3 ഉണ്ടാവും അല്ലെ? ഇത് ആരെ സെറ്റ് ചെയ്തേണേ? നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തേക്കാണ്. അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എന്ത് പറയുക? നമ്മള് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യുക. ഇപ്പൊ ലെങ്ത് 4 മീറ്റർ ആണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇത്രയും ദൂരാണ് എത്ര മീറ്റർ? 1 മീറ്റർ. അപ്പൊ 4 മീറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ എത്ര എണ്ണം വയ്ക്കണം? 4 എണ്ണം വയ്ക്കണം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ഫോളോ ചെയ്യണോട്ടെ ഈ ചാപ്റ്റർ. ഫസ്റ്റ് ക്ലാസ് ഇതാണ്. ഇന്നലെ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ? ആദ്യം പറഞ്ഞ കാര്യം എന്താ? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? എത്ര ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്? 2 ടൈപ്പ് ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ, ഡിറൈവ്ഡ്. ഫണ്ടമെന്റൽ 7 എണ്ണം, ഡിറൈവ്ഡ് കുറെ ഉണ്ട്. ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ എന്ത് വേണം? യൂണിറ്റ്. സമയം കീപ്പ് ചെയ്യണം നമ്മളെ. യൂണിറ്റ്സ് നമുക്ക് ആവശ്യമാണ്. എഴുതാം. സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചോദിക്കണം കേട്ടോ. മൊളാരിറ്റിയുടെ ഭാഗം ചോദിച്ചിട്ടില്ല. ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. The standard amount of a physical quantity. അല്ലെ? ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് എമൗണ്ട് chosen to measure. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതാണ്? chosen to measure. അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. chosen to measure the quantity of the same kind. measure the quantity of same kind. quantity of same kind. അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ യൂണിറ്റ്, ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്റ്റാൻഡേർഡ് എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ. എന്തിനു വേണ്ടിയിട്ടാ? chosen to measure the quantity of the same kind. നീളം അളക്കാനുള്ള യൂണിറ്റ് ഏതുകൊണ്ട് തന്നെ ഉണ്ടാക്കണം? നീളം കൊണ്ട് തന്നെ ഉണ്ടാക്കണം അല്ലെ? ശരിയല്ലേ? നീളം അളക്കാനുള്ള യൂണിറ്റ് ഏതുകൊണ്ട് തന്നെ ഉണ്ടാക്കണം? നീളം കൊണ്ട് തന്നെ ഉണ്ടാക്കണം. ഭാരം അളക്കാനുള്ള യൂണിറ്റ് ഏതുകൊണ്ട് തന്നെ ഉണ്ടാക്കണം? ഭാരം കൊണ്ട് തന്നെ ഉണ്ടാക്കണം. ശരിയല്ലേ? നീളം അളക്കാനുള്ള യൂണിറ്റ് നമുക്ക് ഭാരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഇവിടെ ഏത് വാക്കിന്റെ അർത്ഥം? സെയിം കൈൻഡ്. ഫിസിക്കൽ യൂണിറ്റ് നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ്? ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ക്വാണ്ടിറ്റി കൊണ്ട് തന്നെ നിങ്ങൾ എന്തുണ്ടാക്കണം? യൂണിറ്റ് ഉണ്ടാക്കണം. ഞാൻ മനസ്സിൽ നിങ്ങൾ കുറച്ച് കല്ല് പെറുക്കി കൊണ്ടുവരാണ് എന്റെ ആഗ്രഹം. ഞാൻ എന്നിട്ട് പറയുന്നത് 5 കോഴിമുട്ട എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പോ കല്ലിന്റെ മെഷർമെന്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്തിൽ തന്നെ പറയണം? യൂണിറ്റ് എന്തിൽ തന്നെ പറയണം? കല്ലിൽ തന്നെ പറയണം. നീളത്തിന്റെ മെഷർമെന്റ് ആണ് വേണ്ടതെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്തിൽ തന്നെ ആയിരിക്കണം? നീളം തന്നെ ആയിരിക്കണം അതിന്റെ സ്റ്റാൻഡേർഡ് എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി പലതരത്തിലുള്ള യൂണിറ്റുകൾ ഉണ്ട് അല്ലെ? ഇനി കൊടുക്കാം. അടുത്തത് യൂണിറ്റ് സിസ്റ്റംസ്. യൂണിറ്റ് സിസ്റ്റം എന്താണ്? യൂണിറ്റ് സിസ്റ്റം ഇപ്പൊ പഴയ കാലങ്ങളിലൊക്കെ നിങ്ങൾ അരിയൊക്കെ വീട്ടിൽ വെക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് പറയുക? നാഴി അരി ഇടാൻ പറയും അല്ലെ? കേട്ടിട്ടില്ല അങ്ങനെ? നാഴി അരിയിട് അല്ലെങ്കിൽ എടങ്ങഴി അരിയിട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. 2 ഇടങ്ങഴി എന്നൊക്കെ പറയും. അതെന്താ? അരിയുടെ യൂണിറ്റ് ആണ്. അരിയുടെ യൂണിറ്റ് ആണ്. അരിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കാലത്തെ യൂണിറ്റാ? പഴയ കാലത്തെ യൂണിറ്റാണ്. അല്ലെങ്കിൽ സമയം,
പഴയ സീരിയലുകളൊക്കെ കടവറ്റത്തെ കത്തനാരൊക്കെ കാണുമ്പോൾ അതിൽ സമയം എങ്ങനെ പറയാ, 2 നാഴിക കൂടെ നടന്നാലാണ് എന്ത് ഈ കാട് കടക്കുക, 3 നാഴിക കൂടെ കടക്കണം. നാഴിക എന്ന് പറയും അല്ലെ. എന്തിന്റെ യൂണിറ്റാ? സമയത്തിന്റെ യൂണിറ്റാ. എന്തിന്റെ യൂണിറ്റാ? സമയത്തിന്റെ യൂണിറ്റാ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഓരോരോ യൂണിറ്റുകൾ എന്താണ് ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെ മാസ്, ലെങ്ത് ഒക്കെ അളക്കാനായിട്ടുള്ള ബേസിക് യൂണിറ്റുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റ് സിസ്റ്റം? അപ്പൊ അതിലെ മാസ് ഇന്നതിലാണ് അളക്കുക. ഇപ്പൊ മാസ് നമുക്ക് വേണമെങ്കിൽ ഗ്രാമിൽ അളക്കാം, അതുപോലെ എന്തിനളക്കാം? കിലോഗ്രാമിൽ അളക്കാം. അപ്പൊ ചില സ്ഥലങ്ങളില് ഗ്രാമിലാണ് അളന്നു വന്നിരുന്നത്, ചില സ്ഥലങ്ങളിൽ കിലോഗ്രാമിലാണ്, ചില സ്ഥലങ്ങളിൽ എന്താ ഇപ്പൊ ഈ റെസ്ലിംഗ് ഒക്കെ കാണുന്ന സമയത്ത് മാസ് നമ്മൾ എങ്ങനെയാണ് പറയാ? LBS-ലൊക്കെ പറയും അല്ലെ, കണ്ടിട്ടില്ലേ? LBS-ൽ പറയാം, അല്ലെങ്കിൽ പൗണ്ടിൽ പറയാം അല്ലെ. അപ്പൊ പല സ്ഥലങ്ങളിലും യൂണിറ്റ് എന്താണ് പല പോലെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് സിസ്റ്റംസ് ആണ്. ഓരോരോ സിസ്റ്റംസ് ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എ കംപ്ലീറ്റ് set of units, a complete set of units which is used to measure, a complete set of units which is used to measure all kinds of fundamental and derived quantities. എന്താ ഇതിന്റെ അർത്ഥം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും മെഷർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള യൂണിറ്റുകളുടെ കൂട്ടത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. എല്ലാ ക്വാണ്ടിറ്റീസും മെഷർ ചെയ്യാൻ ഉള്ള ഒരു സെറ്റ് ഓഫ് യൂണിറ്റുകളുടെ ഒരു കൂട്ടം. പലതരത്തിലുള്ള യൂണിറ്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നമ്മള് ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ, നാഴി, ഇടങ്ങഴി അല്ലെങ്കിൽ നാഴിക എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതൊന്നല്ല പഠിക്കാനുള്ള, നമുക്ക് ആദ്യം പഠിക്കാനുള്ള യൂണിറ്റ് സിസ്റ്റം ആണ്. ഹെഡിങ് കൊടുത്തോ, CGS സിസ്റ്റം. ആദ്യം പഠിക്കാനുള്ള സിസ്റ്റം ആണ് ഇത്, CGS സിസ്റ്റം. കെമിസ്ട്രി ചോദിക്കണം കേട്ടോ, CGS സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഉപയോഗിച്ചു വന്നിരുന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ്. അതില് നമ്മള് ലെങ്ത് എഴുതാൻ മതി. അപ്പൊ ഓർഡറിൽ എഴുതാം. ലെങ്ത് അളക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഏതാ? എന്തായിരിക്കും ലെങ്ത് അളക്കാനുള്ളത്? C വെച്ചിട്ട് എന്താ? സെന്റിമീറ്റർ. ലെങ്ത് അളക്കാനായിട്ട് ഉപയോഗിച്ച യൂണിറ്റ് ആണ് എന്ത്? സെന്റിമീറ്റർ. അതുപോലെ എന്താണ് മാസ് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എന്താ? G4 പറഞ്ഞോ എന്താ? ഗ്രാം. ടൈം അളക്കാനായിട്ട് നമ്മൾ അതിൽ ഉപയോഗിച്ച യൂണിറ്റ് ആണ് എന്ത്? S എന്തായിരിക്കും? സെക്കൻഡ്. അപ്പോ ആദ്യത്തെ ഒരു യൂണിറ്റ് സിസ്റ്റത്തിന്റെ പേരാണ് എന്ത്? CGS സിസ്റ്റം. എവിടെയാണ് ഡെവലപ്പ് ചെയ്തത്? ഫ്രാൻസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെയാണ് യൂണിറ്റ്സ്? ലെങ്ത് അളക്കാനുള്ള യൂണിറ്റ് ഏതാ? സെന്റിമീറ്റർ. മാസ് അളക്കാനുള്ള യൂണിറ്റ് ഏതാ? ഗ്രാം. ടൈം അളക്കാനുള്ള യൂണിറ്റ് ഏതാ? സെക്കൻഡ്. കുഴപ്പമില്ലല്ലോ. എവിടെ ഡെവലപ്പ് ചെയ്തേ? ഫ്രാൻസിലാണ് അത് ഡെവലപ്പ് ചെയ്തെന്നുള്ളൊരു പോയിന്റ് ഉണ്ട് അല്ലെ. അടുത്തത് നമുക്ക് പരിചയമുള്ളതാണ്, അത്ര പരിചയമില്ല എന്നാലും ചെറിയ പരിചയമുണ്ട്. ഏതാണ്? FPS സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, യൂണിറ്റ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കാട്ടോ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോ എന്താ? സെറ്റ് ഓഫ് യൂണിറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടാ? ടു മെഷർ അല്ലെ. നമുക്ക് ഫണ്ടമെന്റലും ഡിറൈവ്ഡ് ഒക്കെ എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം അല്ലെ. FPS സിസ്റ്റം പറയാൻ പറ്റുമോ? ലെങ്ത് F വെച്ചിട്ട് ലെങ്ത് അളക്കണ സാധനം എന്താ? കറക്റ്റാ പറഞ്ഞോ. അടിക്കണക്കല്ലേ. ഹൈറ്റ് പറയുമ്പോ എങ്ങനെയാ പറയാ? 5 അടി 4 ഇഞ്ച് എന്നൊക്കെ പറയില്ലേ? ഇല്ലേ, പറയാറില്ലേ? അടിക്കണക്കിലാണ് ഹൈറ്റ് പറയാ അല്ലെ. അപ്പൊ എന്താണ്? ഫൂട്ട്. ലെങ്ത് അളക്കണത് എന്താണ്? ഫൂട്ട്. പിന്നെ മാസ് അളക്കണത് P വെച്ചിട്ട് എന്തായിരിക്കും? മാഷ് നേരത്തെ പറഞ്ഞു പോയി. ഏതാ? പൗണ്ട്. പിന്നെ ടൈം അളക്കാൻ S വെച്ചിട്ട് ആരായിരിക്കും? സെക്കൻഡ്. അപ്പൊ വേറൊരു ടൈപ്പ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ സെന്റിമീറ്ററിലാണെങ്കിൽ അവിടെ എന്തില്ല? ഫൂട്ടില. ഇവിടെ ഗ്രാമിലാണെങ്കിൽ അവിടെ പൗണ്ടില എന്നുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവർക്ക് കൈ പൊന്നിച്ചേ. നവീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പള്ളി പോണു അല്ല, പറഞ്ഞില്ല എന്നോണു. മെസ്സേജ് അയച്ചോല്ലേ ക്ലാസ് അയക്കാൻ പറഞ്ഞിട്ട് എന്ന് കാരണം അയക്കണം കേട്ടോ.
ടീന പറഞ്ഞിരുന്നു. പിന്നെ ആരാ? നമ്മളൊന്നും വന്നല്ലോ. വേറെ ആരാ? ആൽവിൻ പറയാൻ കേട്ടോ. മുടങ്ങി കഴിഞ്ഞാ പറയാം. എന്താ വരണ്ടിരുന്നേ? അതിനെടുത്തിട്ടായിരുന്നു. ഇനിയും ശ്രദ്ധിക്കണം കേട്ടോ. മുടങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പാരന്റ് അടുത്ത് വോയിസ് അയക്കാൻ പറയും കേട്ടോ. ഇനി ആരാ? ക്ലാസ് കണ്ടു കഴിഞ്ഞാ ആര്യാസെ? ഒരെണ്ണം കൂടെ ഉള്ളോ? ആ നോട്ട് നോക്കിയില്ല അല്ലെ? നമ്മൾ ഇന്നലെ ആൻഡ്രിയയുടെ എന്തായി? 3 കൂടെ മുന്നോട്ട് പോകണില്ലേ അത്? ഓക്കെ. അപ്പൊ ഏതാ സിസ്റ്റം? FPS സിസ്റ്റം. അടുത്ത് കൊടുക്കാം MKS സിസ്റ്റം. അടുത്തൊരു ടൈപ്പ് സിസ്റ്റത്തിന്റെ പേരാണ് MKS സിസ്റ്റം. ക്യാപിറ്റൽ കേട്ടോ. ഇത് ബ്രിട്ടീഷ് സിസ്റ്റം ആണ് കേട്ടോ. FPS സിസ്റ്റം ഏത് സിസ്റ്റം ആണ്? ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. അടുത്ത സിസ്റ്റം ആണ് എന്ത്? MKS സിസ്റ്റം. MKS സിസ്റ്റം. MKS സിസ്റ്റം ഫ്രഞ്ച് സിസ്റ്റം തന്നെയാണ്. ലെങ്ത് വരുന്നത് M വെച്ചിട്ട് എന്താ ലെങ്ത് ആക്കാളെന്ന് പറഞ്ഞേ? മീറ്റർ അല്ലേ? മീറ്റർ. മാസ് ഏതായിരിക്കും? K ഫോർ വെരി ഗുഡ്, കിലോഗ്രാം. ടൈം സെക്കൻഡ്. ഇതും എന്ത് സിസ്റ്റം ആണ്? ഫ്രഞ്ച് സിസ്റ്റം ആണ് കേട്ടോ. ഇതും ഫ്രഞ്ച് സിസ്റ്റം ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സിസ്റ്റം ഒന്നും വന്നില്ല, അല്ലെങ്കിൽ നാട്ടുകാരെ അംഗീകരിച്ചില്ല. അപ്പൊ എന്താ, സയൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എന്താ, MKS എന്ത് സിസ്റ്റം ആണ്? ഫ്രഞ്ച് സിസ്റ്റം ആണ് നമുക്ക് വരുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ സിസ്റ്റങ്ങളൊന്നുമല്ല, ഇതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. വെരി ഗുഡ്. ഏത് സിസ്റ്റം ആണ്? 10ൽ പഠിച്ചിട്ടല്ലേ? SI സിസ്റ്റം. സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയും. അപ്പൊ അടുത്ത സെറ്റ് ഓഫ് യൂണിറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും ലോകം മുഴുവനും ഇപ്പൊ അംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള സിസ്റ്റം ആണ് എന്ത്? SI സിസ്റ്റം എന്ന് പറയുന്നത്. ഏതാണ്? SI സിസ്റ്റം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളേക്ക് പഠിച്ചുകൊണ്ടിരാനുള്ള ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. എഴുതി കൊടുത്ത ഹെഡിങ് SI സിസ്റ്റം. സിസ്റ്റം ഇന്റർനാഷണൽ. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ കണക്കുകളൊക്കെ ചെയ്തു അല്ലെ, കെമിസ്ട്രിയിലൊക്കെ. ഈ ഓരോരുത്തരും ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റുകൾ ഉപയോഗിച്ച് എന്താ പ്രശ്നം? ഓരോ രാജ്യക്കാരും ഓരോ യൂണിറ്റുകൾ ഉപയോഗിച്ചൊരു പ്രശ്നമുണ്ട്. എന്താ? ഈ ടെക്നോളജി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുമ്പോ ഓരോരുത്തരുടെ കയ്യിൽ കിടക്കുന്ന യൂണിറ്റുകൾ എന്തായിരിക്കും? വേറെ വേറെ ആയിരിക്കും. ഇത് ഭയങ്കര എന്താണ്? കോംപ്ലിക്കേഷൻ ആണ് അല്ലെ? കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര എന്ത് കാണിക്കും? ബുദ്ധിമുട്ട് കാണിക്കും. അപ്പൊ അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ സയന്റിസ്റ്റുകളും ഒരു സ്ഥലത്ത് കൂടി വന്നിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. നാളെ മുതൽ എന്താ, എല്ലാ രാജ്യങ്ങളിലും എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഒരേ സിസ്റ്റം എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. വോയിസ് അയക്കണം കേട്ടോ. ഒരെന്തോ രണ്ടെന്ന് പടിയായില്ല. നന്നായി. അപ്പൊ എന്താ, ഒരേ സിസ്റ്റം ഉപയോഗിക്കാം. കുഴപ്പമില്ലല്ലോ. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇനി മുതൽ എന്തുപയോഗിക്കാം? ഒരേ സിസ്റ്റം ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു സംവിധാനമാണ് ഏത് സിസ്റ്റം? SI സിസ്റ്റം. SI സിസ്റ്റത്തിന്റെ ഫോം എന്താ? സിസ്റ്റം ഇന്റർനാഷണൽ. ഫ്രഞ്ച് ആണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താ? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സില് നമുക്ക് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളും 2 ഡിറൈവ് സപ്ലിമെന്ററി യൂണിറ്റുകളുമാണ് ഉള്ളത്. ഇറ്റ് കണ്ടെയ്ൻ, ബോർഡിൽ വരുന്നൊക്കെ നോട്ട് പതുക്കെ എഴുതിയെടുത്തോ. ഇറ്റ് കണ്ടെയ്ൻ എത്രയാ? 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. It contains 7 fundamental units and 2 supplementary units. 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളും 2 സപ്ലിമെന്ററി യൂണിറ്റുകളും ചേർന്നതാണ് എന്താണ് സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. എത്രയാണ്? 7ഉം 2ഉം. കുഴപ്പമില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ 7 എണ്ണമാണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. 7 എണ്ണം ലിസ്റ്റ് ചെയ്യണം. അപ്പൊ ഓൾറെഡി നമ്മൾ 7 എന്ത് പഠിച്ചു? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. ഇന്നലെ പഠിച്ചെന്തായിരുന്നു? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇന്ന് കാണാൻ പോണ എന്താണ്? സിസ്റ്റം ഇന്റർനാഷണൽ പ്രകാരം ഉള്ള 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ്. എന്താ കാണാൻ പോണേ? യൂണിറ്റ്സ്. ഇന്നലെ പഠിച്ച എന്താ? ക്വാണ്ടിറ്റി. ഇന്ന് എഴുതാൻ പോണ എന്താ? വ്യത്യാസം ഉണ്ട്. മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് ഇന്ന് വിളിക്കണേ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ല, ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് എന്താണ്? മെഷർ ചെയ്തത്, എക്സ്പ്രസ് ചെയ്ത സാധനമാണ് എന്ത്? ഇന്ന് നമ്മൾ പഠിച്ച യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഫണ്ടമെന്റൽ യൂണിറ്റും ഒന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനമൊക്കെ സാരൊക്കെ എന്തൊക്കെ തന്നെ ഒന്നൊക്കെ തന്നെ.
ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ അല്ല. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ്. മനസ്സിലായ പറഞ്ഞത്? ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി. മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ യൂണിറ്റ്. കുഴപ്പമില്ലല്ലോ? ഐഡിയ മനസ്സിലാവുന്നതാ? ഓക്കെ. 7 എണ്ണമാണ് പഠിക്കാനുള്ളത്. ബൈ ഹാർട്ട് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യാം. ഇതാ പിടിച്ചോ. ആദ്യം ഏതാ? ലെങ്ത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് ആദ്യം വരുന്നത്. ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. SI സിസ്റ്റത്തില് നമ്മൾ അത് മെഷർ ചെയ്യുന്നത് ഏതിലാണ്? മീറ്ററിലാണ്. മീറ്റർ ഫസ്റ്റ് വരുന്നത് ലെങ്ത് ആണ്. ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്. അതിന്റെ സിമ്പിൾ വരുന്നത് സ്മോൾ ലെറ്റർ M ആണ്. ലെങ്ത് കഴിഞ്ഞാൽ ഏത് മെഷർ ചെയ്യാം? മാസ് മെഷർ ചെയ്യാം. മാസ് മെഷർ ചെയ്യുന്നത് ഏതിലാ? കിലോഗ്രാമിലാണ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം kg. പിന്നെ ടൈം വരുന്നുണ്ട്. ടൈം ഏതിലായിരിക്കും? ഒന്ന് പറയടാ മക്കളെ. ഏതിലായിരിക്കും? സെക്കൻഡിലായിരിക്കും അല്ലെ? പിന്നെന്താ? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതുപോലെ വേറൊരു സാധനം പഠിച്ചിട്ടുണ്ട്. ഏതാ? കെൽവിൻ. അതില് SI സിസ്റ്റത്തിൽ വരുന്ന ഏതാണ്? കെൽവിൻ ആണ് കേട്ടോ. ക്യാപിറ്റൽ K ആണ് എന്ത്? കെൽവിന്റെ സിമ്പല്. പിന്നെ ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് വെരി ഗുഡ്. എന്താണ്? ആംപിയർ. ഇലക്ട്രിക് കറന്റിന്റെ ആംപിയർ ആണ്. ക്യാപിറ്റൽ A ആണ് അതിന്റെ സിമ്പിൾ വരുന്നത്. പിന്നെ ഏതാണ്? ലൂമിനസ് ഇന്റൻസിറ്റി. ഏതാ? ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില എന്ന് പറയും കേട്ടോ. പുതിയ യൂണിറ്റ് ആണ് അല്ലെ? കാൻഡില. CADELA. കാൻഡില. കാൻഡിൽ അല്ലെ? വെളിച്ചമെഴുതിരി. കാൻഡില. പിന്നെന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചാണ്. എന്തിനെ എക്സ്പ്രസ് ചെയ്യാറ്? മോളിൽ അല്ലെ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഏതിലാണ്? മോൾ. MOLE. സിമ്പല് MOL. ഇതാണ് ബേസിക് ആയിട്ടുള്ള 7 എണ്ണം. 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ഇതിന്റെ കൂടെ. അത് ഫണ്ടമെന്റൽ കൂട്ടുന്നില്ല, സപ്ലിമെന്ററി ആയിട്ടാണ് കൂട്ടുന്നത്. കൂടെ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ? സപ്ലിമെന്ററി യൂണിറ്റ്സ് വരുന്നുണ്ട്. സപ്ലിമെന്ററി യൂണിറ്റ്സ് 2 എണ്ണമാണ്. ആംഗിൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്. ആംഗിൾ നമ്മൾ ഏതിലെ മെഷർ ചെയ്യാറ്? സാധാരണ 10ാം ക്ലാസ്സിലൊക്കെ ഡിഗ്രിയിലാണ് മെഷർ ചെയ്യാറ്. ഏതിലെ മെഷർ ചെയ്യാറ്? ഡിഗ്രി. പക്ഷെ ഡിഗ്രി അല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ അടുത്ത മാത്സ് ചാപ്റ്റർ എടുക്കുമ്പോൾ കാണും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള സാധനമാണ് എന്ത്? റേഡിയൻ. ആംഗിൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്ത്? റേഡിയൻ. RADIAN. സ്മോൾ ലെറ്റർ RAD ആണ് അതിന്റെ സിമ്പല്. അതുപോലെ സോളിഡ് ആംഗിൾ, 3 ഡയമെൻഷണൽ ആംഗിളുകൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്ത്? സ്റ്റെറേഡിയൻ എന്ന് പറയും. സ്റ്റെറേഡിയൻ. സ്റ്റെറേഡിയൻ. നാളെ വരുമ്പോഴൊക്കെ പഠിച്ചു വരണം കേട്ടോ. എല്ലാ ദിവസവും പഠിച്ചു വരണം കേട്ടോ. എല്ലാ ദിവസവും ചോദിക്കും മാഷ്. സ്റ്റെറേഡിയൻ. അതിന്റെ സിമ്പിൾ വരുന്നത് എന്താ? SR ആണോ? SR. അപ്പൊ സപ്ലിമെന്ററി യൂണിറ്റ്സും അതുപോലെ എന്താ പറയും 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും ആണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്. സപ്ലിമെന്ററി യൂണിറ്റ്സും 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും ആണ് എന്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വല്ല ബുദ്ധിമുട്ടുണ്ടാ? സിമ്പിൾ അല്ലേ? സമയത്തിന് എത്തിക്കോളൂട്ടാ. എല്ലാവരും 6:30 തന്നെ ആവട്ടോ. നല്ല മഴയാണല്ലേ? എത്താൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാലും പരമാവധി എന്ത് ചെയ്യുക? 6:30. മാഷ് 6:30 തുടങ്ങൂട്ടാ. 6:30 തന്നെ എന്ത് ചെയ്യാൻ നോക്കുക? എത്താൻ ശ്രമിക്കുക. കുറച്ച് ദിവസമൊക്കെ മാഷ് വെയിറ്റ് ചെയ്യാം. 6:30 നിങ്ങൾ 6:15 പോയിരുന്ന ആൾക്കാരാന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ എന്താ 6:30 എത്ര ബുദ്ധിമുട്ട്? നാളെ മുതൽ എത്ര മണിക്ക് തന്നെ എത്തുക? 6:30 തന്നെ എല്ലാവരും എത്തുക. നേരം വല്ലാണ്ട് വൈകിപ്പിക്കരുത്. ഓക്കെ. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? ഇതുവരെ പഠിച്ചതൊന്ന് പെട്ടെന്ന് റിവൈൻഡ് ചെയ്യുവേ. ഷോർട്ട് ആയിട്ടൊന്ന് റിവൈൻഡ് ചെയ്യുവേ. ആദ്യം എന്തായിരുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റി. മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത് അല്ലെ? എത്ര ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്? 2 എണ്ണം. ഏതാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. എന്താ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. വേറെ ടീമിനെ വെച്ചിട്ട് ഇവരെ എന്ത് ചെയ്യാനും പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താ? ആരെ വെച്ചിട്ട് ഇവരെ എഴുതാൻ പറ്റുള്ളൂ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ഇവരെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ കണ്ട എന്താ? യൂണിറ്റ്സ് എന്താണ്? ഫിസിക്കൽ യൂണിറ്റ് എന്താണ്? എന്താണ് ഫിസിക്കൽ യൂണിറ്റ്? The standard to be chosen to measure the quantities of the same kind. അല്ലെ? ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനായിട്ട് ആ ക്വാണ്ടിറ്റീസിൽ നിന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ യൂണിറ്റ്സ്. പിന്നെ യൂണിറ്റ് സിസ്റ്റം കണ്ടു അല്ലെ? എന്താ? യൂണിറ്റുകളുടെ ഒരു കൂട്ടം. എന്താണ്? യൂണിറ്റുകളുടെ ഒരു കൂട്ടം. എന്തിനു വേണ്ടിയിട്ടാ? പലതരത്തിലുള്ള ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാം. യൂണിറ്റ് സിസ്റ്റംസ് കണ്ടു. ഏതൊക്കെ യൂണിറ്റ് സിസ്റ്റംസ് കണ്ടു? ഇപ്പൊ നമ്മള് ആദ്യം ഏതാ കണ്ടേ? CGS കണ്ടു. പിന്നെ ഇത് കണ്ടു?
MKS കണ്ടു, പിന്നെ ഇത് കണ്ടു, FPS കണ്ടു, പിന്നെ ഇത് കണ്ടു, SI സിസ്റ്റം. SI സിസ്റ്റത്തില് എത്ര ഫണ്ടമെന്റൽ യൂണിറ്റാ? 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ആണ് എന്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുക. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ക്യാരക്ടറിസ്റ്റിക്സ്, ഹെഡിങ് വേറെ വല്ല എഴുതിയിട്ടാ? ഒന്നും എഴുതിയിട്ടില്ലല്ലോ. സപ്ലിമെന്ററി യൂണിറ്റ്സ് എഴുതിയിട്ട് 2 ഇതൊക്കെ എഴുതിയിട്ട് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആരാ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. മക്കളെ, നമ്മളൊരു യൂണിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ വേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മളൊരു യൂണിറ്റ് സെറ്റ് ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചു മാഷ്, അതിന് വേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ആ യൂണിറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്താന്ന് പറയണ്ടേ? വേണോ? നിങ്ങൾ പറയണ ഒരു കവറിൽ എടുക്കുന്ന പഞ്ചസാരയാണ് 1 കിലോ എന്ന് പറഞ്ഞ ശരിയാവോ? ഇല്ല. കാരണം എന്താ? അത് അപ്പൊ ഏത് കവറാ അല്ലേ? എത്ര വലിപ്പമുള്ള കവറാ? ചെറിയ കവറാണോ, വലിയ കവറാണോ, കനം കൂടിയ കവറാണോ, കനം കുറഞ്ഞ കവറാണോ? അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരില്ല. അപ്പൊ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി വെൽ, ഏതുപോലെ? സെറ്റ് പോലെ അല്ലെ? സെറ്റിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു അല്ലെ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. നമ്മളൊരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അത് കാക്കിരി മുക്കിരി ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ പോയിന്റ് എന്താ? ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. അത് കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം, കൃത്യമായിട്ട് അത് നിർവചിച്ചിരിക്കണം, കൃത്യമായിട്ട് പറയണം എന്താണ് യൂണിറ്റ് എന്നുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് പറയണം, അത് കൃത്യമായിട്ട് പറയണം. ഇനി വേറെന്താ? മറ്റൊരു പ്രത്യേകത എന്താ? ഈ എന്തിനാ യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കണേ? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? മെഷർമെന്റ് നടത്തണം അല്ലേ? വേണ്ടേ? ഞാനൊരു ഐസ് കട്ട പൊക്കിക്കൊണ്ടു എന്നിട്ട് പറയും ഈ ഐസ് കട്ടയാണ് 1 കിലോ, ഇത് നിങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ശരിയാവും? ഇല്ല. കാരണം എന്താ? കുറച്ചു നേരം കഴിയുമ്പോൾ ഐസ് കട്ട എന്താ? ഉരുകിയോട് പോകും. അങ്ങനെ ഒരു യൂണിറ്റ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ പറയുന്ന യൂണിറ്റ് ഒരിക്കലും എന്ത് ചെയ്ത് പോകരുത്? നശിച്ച് പോകരുത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇംപെറിഷബിൾ. It should be imperishable. It should be എന്താ? Imperishable. Imperishable. Okay. Imperishable എന്ന് പറഞ്ഞാൽ എന്താ? നശിപ്പിക്കാൻ പറ്റില്ല അല്ലെ? It should be imperishable. പിന്നെന്താ നെക്സ്റ്റ് പോയിന്റ്? ഞാൻ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. ആ യൂണിറ്റ് ഇതിന്റെ വേറൊരു കോപ്പി ഉണ്ടാക്കണമെങ്കിൽ 10 കൊല്ലം വേണം. ഒരു യൂണിറ്റ് മാഷ് ഉണ്ടാക്കി, ഇതിന്റെ വേറൊരു കോപ്പി ഉണ്ടാക്കണമെങ്കിൽ എത്ര കൊല്ലം വേണം? രണ്ടാമതൊരു ക്വാണ്ടിറ്റി ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ 10 കൊല്ലം വേണം. ഇത് പറ്റുമോ? നമുക്ക് 2 മതിയാ? ലോകത്ത് 1 മതിയാ? വേഗം ഇതിന്റെ എന്തുണ്ടാക്കാൻ പറ്റണം? പറയ്. വേഗം ഇതിന്റെ എന്തുണ്ടാക്കാൻ പറ്റണം? കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റണം. എന്നാലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി ഇതാ യൂണിറ്റ്, ഇതിന്റെ അടുത്തെണ്ണം ഉണ്ടാക്കുക, അപ്പൊ 10 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ അപ്പൊ വില പോകണ്ട. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റണം? ഈസിലി എന്ത് ചെയ്യാൻ പറ്റണം? വീണ്ടും കോപ്പി ചെയ്യാൻ പറ്റണം. അപ്പൊ എന്താ? ഈസിലി റീപ്രൊഡ്യൂസിബിൾ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം. എന്താ? ഇറ്റ് മസ്റ്റ് ബി ഈസിലി റീപ്രൊഡ്യൂസിബിൾ. ഇത് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, എന്നാലും നിങ്ങൾ സ്കൂളിലൊക്കെ കാണുമ്പോൾ കണ്ടില്ല എന്ന് വേണ്ട. ഇറ്റ് മസ്റ്റ് ബി ഈസിലി റീപ്രൊഡ്യൂസിബിൾ. വേഗം എന്ത് ചെയ്യാൻ പറ്റണം? റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. ഇനി ഞാനൊരു യൂണിറ്റ് ഉണ്ടാക്കി, അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയാൽ അതിന്റെ നീളം കൂടും. അങ്ങനെ വെച്ചാൽ പറ്റുമോ? ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അതിന്റെ നീളം കുറയും. കച്ചവടം നടക്കുവോ? ഇല്ല. യൂണിറ്റ് ഉണ്ടാക്കുമ്പോ സ്ഥലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, ടെമ്പറേച്ചറിനനുസരിച്ച് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ യൂണിറ്റിന്റെ അളവിൽ വ്യത്യാസം വരാൻ പാടില്ല. അതോടെ ഇരിക്കും നല്ല പോയിന്റ്. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് പ്ലേസ് ടൈം. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് പ്ലേസ് ടൈം. സമയവും സ്ഥലവും ഒന്നും മാറുമ്പോ എന്ത് മാറാൻ പാടില്ല? യൂണിറ്റിന്റെ അളവിൽ മാറ്റം വരാനായിട്ട് പാടില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പൊരിഞ്ഞ അലമ്പാവും. അല്ലെങ്കിൽ തന്നെ എന്താണ്? പൊരിഞ്ഞ അലമ്പാണ് ലോകത്തല്ലേ? യുദ്ധമൊക്കെ ആയിട്ട് നടക്കുകയാണല്ലേ? ഇത് കഷ്ടാണല്ലേ? യുദ്ധം കഴിഞ്ഞാ അല്ലേ? അടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല രസമായിരിക്കും അല്ലേ? ആകാശോളം മിസൈൽ പോണതാണ്. ആൾക്കാർക്ക് പറയുമ്പോ എന്താ? വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അവനാന്റെ തലരപ്പോൾ ഇവിടെ ഒരു മിസൈല് പോകുമ്പോ എന്തായി? ഒക്കെ കയറി അവിടെ വിളിക്കും. മണ്ണിന്റെ അടിയിൽ കൂടി ഉണ്ടാക്കിയിട്ട് ഇരിക്കേണ്ടി വരും.
അല്ലെ? എത്രയോ ആളുകളുടെ തലയില വന്ന് മിസൈൽ വീണ അല്ലെ? ഇന്നലെ 59 ആൾക്കാർ മരിച്ചു പോകും. ആൾക്കാർ മരിക്കുകയാണ്. നമുക്ക് വാർത്ത കേൾക്കുമ്പോ അതിന്റെ എഫക്ട് അറിയണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവിടെ ഒരു മിസൈൽ വീണിട്ട് 59 ആൾക്കാർ മരിച്ചു. അതിൽ നമ്മുടെ ഒരു കുടുംബം മൊത്തം ഉണ്ട്. നല്ല സുഖം ഉണ്ടാവും അല്ലെ? നല്ല രസം ഉണ്ടാവും. എന്താ ഓട്ടെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ. അപ്പൊ ഇതും കൂടി ഇല്ലെങ്കില. അപ്പൊ ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ആരോഗ്യ പ്ലേസ് ആൻഡ് ടൈം. സമയവും സ്ഥലവും ഒന്നും മാറുന്നതിനനുസരിച്ച് എന്ത് മാറാൻ പാടില്ല മക്കളെ? യൂണിറ്റ്സ് മാറാനായിട്ട് പാടില്ല. യൂണിറ്റ്സ് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിലൊരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് ചെയ്യാൻ പാടില്ല, അനങ്ങാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ CGS പഠിച്ചു, ഫണ്ടമെന്റൽ പഠിച്ചു, അതുപോലെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ് പഠിച്ചു. ഇനി നെക്സ്റ്റ് ഏറ്റവും നല്ല സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതാണ്? SI യൂണിറ്റ് ആണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താ? തള്ളിക്കളയും. നമ്മളിപ്പോ എപ്പോഴും പറയുമ്പോൾ മീറ്റർ കിലോഗ്രാമിലേക്കല്ലേ പറയാ. ടൈം ആണെങ്കിൽ സെക്കൻഡില്, കറണ്ട് ആണെങ്കിൽ ആംപിയറിലൊക്കെ എല്ലാം പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ജസ്റ്റ് ഒരു 3 പോയിന്റ് ഒരു മരുന്നിന് ഹെഡിങ് എഴുതി വെക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് SI യൂണിറ്റ്. അഡ്വാൻറ്റേജസ് ഓഫ് SI യൂണിറ്റ്. അഡ്വാൻറ്റേജസ് ഓഫ് SI യൂണിറ്റ്. SI യൂണിറ്റിന് മാത്രമുള്ള പ്രത്യേകതകൾ എന്താണ്? ഫസ്റ്റത്തെ പോയിന്റ് ആണ്, ഇറ്റ് ഈസ് റേഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇറ്റ് ഈസ് റേഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. എന്താ റേഷണൽ? റേഷണൽ തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തി ചിന്ത, കുറച്ച് ബോധമുള്ള കാര്യം അല്ലേ? ഈ റേഷണൽ സിസ്റ്റം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ക്വാണ്ടിറ്റിക്ക് എത്ര യൂണിറ്റ് ഉണ്ടാവുള്ളൂ SI സിസ്റ്റത്തിൽ? ഒരു യൂണിറ്റ് ഉണ്ടാവുള്ളൂ. ഒരു ക്വാണ്ടിറ്റിക്ക് എത്ര യൂണിറ്റ്? ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടാവില്ല. ബാക്കി പറഞ്ഞ പല സിസ്റ്റത്തിൽ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ചിലത് ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഒക്കെ ഇട്ട് ഉപയോഗിക്കും. SI സിസ്റ്റത്തിൽ അങ്ങനെ പരിപാടി ഇല്ല. മാസിന്റെ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കിലോഗ്രാം തന്നെയാണ്. വേറെ കഥയൊന്നുമില്ല. അപ്പൊ ഒരു പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യുക. അഡ്വാൻറ്റേജസ് ഓഫ് ആരാണ്? SI സിസ്റ്റം ആണ് കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് റേഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അടുത്ത എഴുതാം, കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. കൊഹിറന്റ് സിസ്റ്റം, കൊഹിറന്റ് ബോർഡിലുണ്ട്. കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. എന്താ കൊഹിറന്റ് സിസ്റ്റം? ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, സ്പീഡിന്റെ ഇക്വേഷൻ പറഞ്ഞത് മക്കൾക്ക് ഡിസ്റ്റൻസ് പറയണ്ട, ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? എങ്ങനെയാ? ഡിസ്റ്റൻസ് എന്താ? ലെങ്ത് അല്ലേ? ഡിസ്റ്റൻസ് എന്താണ്? ലെങ്ത്. ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് പറഞ്ഞ SI സിസ്റ്റത്തിലെ മീറ്റർ. മീറ്റർ എഴുതി ബൈ ടു. ടൈമിന്റെ എന്താ? സെക്കൻഡ്. കണ്ടോ? സ്പീഡിന്റെ യൂണിറ്റ് ആയി അല്ലെ? ഏതിന്റെ യൂണിറ്റും നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാം അല്ലെ? അതിന്റെ എന്ത് കിട്ടിയാൽ മതി? ഫോർമുല കിട്ടിയാൽ മതി. അപ്പോ ഈ SI സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് അത് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് നമുക്ക് എവിടുന്ന് എഴുതി ഉണ്ടാക്കാം? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എഴുതി ഉണ്ടാക്കാം. മറ്റു പല യൂണിറ്റ്സിലും സിസ്റ്റത്തിലും അത് പറ്റില്ല. അങ്ങനെ പറ്റുന്ന സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. All the derived units can be easily obtained from basic or supplementary units. ഒന്ന് എഴുതി വെച്ചോ വേണമെങ്കിൽ, പഠിക്കണമെന്നില്ല. All derived units can be easily derived from എവിടുന്ന? ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ സംഗതി നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അടുത്ത മൂന്നാമത്തെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ഈസ് എ മെട്രിക് സിസ്റ്റം. 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 എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, പക്ഷെ പറഞ്ഞു. ബോർഡിൽ ശ്രദ്ധിച്ചേ മക്കളെ, 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000 ഗ്രാം. എത്ര മില്ലിഗ്രാമാ? 10000 മില്ലിഗ്രാം. എടാ മക്കളെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിയാ? 1 മില്ലിയ 1000 മില്ലി ട്ടാ അല്ലേ? അല്ലെങ്കിൽ 1000 എന്ത്? സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമുക്ക് എത്രന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം മറ്റുള്ള യൂണിറ്റുകളിലേക്ക്? കിലോ, ലിറ്റർ, വോളിയം വരുമ്പോ മീറ്റർ ആണ് വരിക. 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടല്ലേ കയറിക്കോണേ?
എത്രന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് കയറി പോണേ? 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് കയറി പോണേ. 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സിസ്റ്റം ആണ് എന്ത്? SI സിസ്റ്റം. ഉദാഹരണത്തിന് നമുക്ക് 10⁴ കിലോഗ്രാം ഇതാണ് ധൈര്യമായിട്ട് എഴുതാം. അപ്പൊ എത്ര കിലോഗ്രാം അത്? 10,000 കിലോഗ്രാം ആണ് വരിക. കുഴപ്പമില്ലല്ലോ. 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ചില കേസിൽ ഇപ്പൊ ഫൂട്ട് അങ്ങനെയല്ല. ഫൂട്ടിനൊരു പ്രശ്നമുണ്ട്. പൗണ്ട് എന്നൊക്കെ പറയുന്നത് എത്രയാ? പോയിന്റ് ഒക്കെയാണ് വരിക. ഒരു പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ് ഒക്കെയാണ് വരിക. അപ്പൊ നമുക്ക് 1 പൗണ്ട് പിന്നെ എത്ര പൗണ്ട് വരിക? 10ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോ 10 പൗണ്ട് ആണ് വരിക. എത്ര പൗണ്ട് വരിക? 10 പൗണ്ട്. അത് കണക്ക് കൂട്ടുമ്പോ അതിൽ കുറെ ഇഷ്ടം പോലെ എന്ത് കയറി വരും? പോയിന്റുകളുടെ പ്രശ്നം വരും. അതില്ലാത്തൊരു സിസ്റ്റം ആണ് എന്ത്? SI സിസ്റ്റം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെട്രിക് സിസ്റ്റം. ഒന്നുമില്ല, മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും 10ന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. എന്താണ്? മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും. അതായത് 1 കിലോ എത്രയാ? 1000 ഗ്രാം. 1000 ഗ്രാമിന് എങ്ങനെ എഴുതാം? 10⁻³ കണ്ടോ? 1 കിലോ 10,000 മില്ലി. അപ്പൊ എത്രയാ? 10⁻⁴ മില്ലിഗ്രാം. കണ്ടോ? അപ്പൊ നമ്മൾ 1 കിലോനെ എത്രന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തപ്പോ എത്രന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു? 10ന്റെ പവർ. മില്ലിനെ എക്സ്പ്രസ് ചെയ്തപ്പോ എത്രന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു? 10ന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏർപ്പാടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെട്രിക് സിസ്റ്റം. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റം 3 പോയിന്റ്സ് ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാ? ഇറ്റ് ഈസ് എ റേഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. മറ്റൊന്ന് എന്താണ്? കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ മെട്രിക് സിസ്റ്റം. 1 വേർഡ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. പരീക്ഷയ്ക്ക് എന്തായിട്ട് വരും? 1 വേർഡ്സ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ആരാണ്? SI സിസ്റ്റം. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതിക്കോ. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള സിസ്റ്റം ഏതാണ്? SI സിസ്റ്റം ആണ്. ഇന്റർനാഷണലി ആക്സെപ്റ്റഡ്. ഇന്റർനാഷണലി ആക്സെപ്റ്റഡ്. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള സിസ്റ്റം നമ്മുടെ SI സിസ്റ്റം ആണ് കേട്ടോ. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള സിസ്റ്റം ഏതാണ്? SI സിസ്റ്റം ആണ്. അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണല്ലേ. ലോകത്തുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. പണ്ട് അതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ USSRന്റെയും US-ന്റെയും ഒക്കെ കോൾഡ് വാർ നടക്കുന്ന സമയത്ത് എന്ത്? ഇവരുടെ യൂണിറ്റ് അവർ അംഗീകരിക്കില്ല, അവരുടെ യൂണിറ്റ് ഇവർ അംഗീകരിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആകെ എന്താ? പ്രശ്നങ്ങളാ. കാരണം എന്താ? ടെക്നോളജി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ഭയങ്കര എന്തായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് കോൾഡ് വാറിന് ശേഷം ഒക്കെയാണ് എന്ത്? നമ്മളെ SI സിസ്റ്റം തുടങ്ങുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അതായത് 0.00001 കിലോഗ്രാം. ഈ 000 പറഞ്ഞിരിക്കൽ എളുപ്പമാണോ? അല്ല. നമ്മളിത് എവിടെ കണ്ടു? ആറ്റോമിക് മാസിന്റെ കേസിൽ കണ്ടു അല്ലെ. മാസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ഏതായിരുന്നു? നമ്മൾ പഠിച്ചേതായിരുന്നു? കിലോഗ്രാം. എന്നാ അത് വെച്ചിട്ട് ആറ്റോമിക് മാസ് മെഷർ ചെയ്താൽ പോരെ? എന്താ അത് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാണ്ടിരുന്നേ? കാരണം അത് ആറ്റത്തിന്റെ മാസ് ഭയങ്കര എന്താടാ? ചെറുതാണ് അല്ലെ. അപ്പൊ നമുക്ക് 0.000 പറഞ്ഞിരിക്കാൻ എളുപ്പമാണോ? അല്ല. അവിടെയാണ് നമ്മൾ പുതിയ യൂണിറ്റ് കൊണ്ടുവന്നത്. ഏത് യൂണിറ്റ് ആയിരുന്നു? ആറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ യൂണിറ്റുകള് ക്വാണ്ടിറ്റിയുടെ അളവ് കൂടണേനും കുറയണതിനനുസരിച്ചൊക്കെ പുതിയ യൂണിറ്റുകൾ നമ്മൾ പറയുക. അപ്പൊ കുറച്ചുകൂടെ പറയാൻ എന്തുണ്ടാവും? എളുപ്പമുണ്ടാവും. ഇപ്പൊ സൂര്യന്റെ മാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കിലോയില് പറയുന്ന എളുപ്പമാണോ? അല്ല. 54,000 ഭൂമി വെച്ചാലാണ് ഒരു സൂര്യനാവാന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ അതിന്റെ മാസ് കിലോയില് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുഖം ഉണ്ടാവും? വലിയ നമ്പർ ആയിരിക്കും അല്ലെ. വലിയ സുഖം ഉണ്ടാവില്ലേ പറയാം. അപ്പൊ നമ്മള് വളരെ വലിയ യൂണിറ്റുകളും വളരെ ചെറിയ യൂണിറ്റുകൾ, അത് മാസ് ആയിക്കോട്ടെ, ലെങ്ത് ആയിക്കോട്ടെ, കറണ്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കാണ്. അതാണ് നമ്മുടെ എന്ത്? ഈ പറയുന്ന മൾട്ടിപ്പിൾസും അതുപോലെ സബ് മൾട്ടിപ്പിൾസും. ഈ ടേബിള് നിങ്ങൾ പഠിക്കണം. നാളേക്ക് പഠിക്കണം എന്നില്ല. നാളേക്ക് പഠിക്കാനുള്ളത് മാഷ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തരട്ടെ. ഇതിലെല്ലാം കൂടെ പഠിക്കേണ്ട കാര്യമില്ല. മൾട്ടിപ്ലയർ എഴുതിക്കോ. മൾട്ടിപ്ലയർ ഒരു ടേബിൾ ആണ്. മൾട്ടിപ്ലയർ സിമ്പിൾ. ഇതൊക്കെ ബേസിക്സ് ആണ് കേട്ടോ. ഏറ്റവും ബേസിക്സ് ആണ്. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ. ഈ സാധനങ്ങൾ കംപ്ലീറ്റ് പോർഷൻ ആയിട്ട് എവിടെ വരുന്നുണ്ട്? കെമിസ്ട്രിയിൽ വരുന്നുണ്ട് കേട്ടോ. എവിടെ വരുന്നുണ്ട്? കെമിസ്ട്രിയിൽ നമ്മൾ എടുക്കണ്ട ഇല്ല. ഇതേ സാധനം എവിടെയുണ്ട്? എവിടെയുണ്ട്? കെമിസ്ട്രിയിലും ഉണ്ട്. സ്കൂൾ ടീച്ചർമാര് കെമിസ്ട്രി എടുക്കുമ്പോൾ ഇതൊക്കെ അവിടെയും പറയാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു സ്ഥലത്ത് പറഞ്ഞാൽ. അപ്പൊ മൾട്ടിപ്ലയർ ആണെങ്കിൽ സിമ്പല് ഒരോടെ കൊടുക്കാം. പ്രിഫിക്സ്. മൾട്ടിപ്ലയർ സിമ്പല് പ്രിഫിക്സ്. ഇതാണ് നമുക്ക് വേണ്ട സംഗതി. എല്ലാവരും എഴുതി പോവാം. 10⁻⁻1 എന്ന് പറയുന്ന മൾട്ടിപ്ലയർ ആണ്. അപ്പൊ അതിന് സിമ്പിൾ ആണ് ഡി. അതിന്റെ പ്രിഫിക്സ് ആണ് ഡെസി. ഇതിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവും. ഓക്കെ, അപ്പൊ ഇത് ഭാഷയുടെ ഒരു മീനിങ് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ. 1
ഡെസിമീറ്റർ എന്ന് പറഞ്ഞു. കുഴപ്പമില്ലല്ലോ. 1 ഡെസിമീറ്റർ എത്ര മീറ്ററാ? 10⁻⁻1 മീറ്റർ. ഐഡിയ ഇവിടെ കിട്ടിയ 10⁻⁻1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/10. 10⁻⁻1 എത്രയാ? 1/10 ആണ് കേട്ടോ. കുഴപ്പമുണ്ടോ? അപ്പൊ ഇനി അത് ശരിയാക്കണം അല്ലെ. ഇവിടെ നോക്കിയേ 1/10⁻². ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 10⁻⁻². അടിയിൽ പവറുള്ള സാധനം മുകളിലേക്ക് കൊണ്ടുപോ ചിഹ്നം എന്താക്കുക? മൈനസ് ആക്കുക. ഒന്ന് രണ്ടെണ്ണം പറഞ്ഞേ. 10⁻³ എന്താ പറയേ? 10⁻³ 1/10⁵ എന്താ? കുഴപ്പമില്ല. അപ്പൊ ഇത് പറഞ്ഞേ 10⁻⁻10 എന്താ? 1/10⁻. 1/10 എന്ന് പറഞ്ഞ എത്രയാണ് മക്കളെ? 0.1 മീറ്റർ കണ്ടോ? ബോർഡിൽ ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഒരു ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? പറഞ്ഞേ 0.1 മീറ്ററിനെയാണ് എന്ന് പറയണേ ഒരു ഡെസിമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഡെസിഗ്രാം അങ്ങനെ പറയാറില്ല. അപ്പൊ പറഞ്ഞ എത്ര ഗ്രാമാ? 0.1 ഗ്രാം. അതായത് എത്രയാ? 10⁻⁻1 ആര്? ഗ്രാം. ഇത് എന്തിനിങ്ങനെ ആക്കി വെച്ചാണ്? അപ്പൊ ചെറിയ യൂണിറ്റ്സ് പറയാൻ കുറച്ചുകൂടെ എന്തുണ്ട്? എളുപ്പമുണ്ട്. 0.2 മീറ്റർ എത്ര ഡെസി എന്ന് പറയാം? അപ്പൊ 0.1 മീറ്റർ ഒരു ഡെസിമീറ്റർ അല്ലെ. അപ്പൊ 0.2 ആണെങ്കിലോ പറയേ എത്ര ഡെസിമീറ്ററാ? 2 ഡെസിമീറ്റർ അല്ലേ വരിക? ആണോടാ? അപ്പോ നമ്മൾ 0.2 കിലോഗ്രാം എന്ന് പറയണാണോ? 2 ഡെസിമീറ്റർ എന്ന് പറയണാണോ? കിലോഗ്രാം അല്ല. 0.2 മീറ്റർ എന്ന് പറയണാണോ? 2 ഡെസിമീറ്റർ പറഞ്ഞാണ് എളുപ്പം. 2 ഡെസിമീറ്ററാ. കാരണം എന്തൊഴിവായി? പോയിന്റ് ഒഴിവായി. എന്തൊഴിവായി? പോയിന്റ് ഒഴിവായി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? മൾട്ടിപ്ലയറുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 10⁻⁻1 സിമ്പിൾ എന്താ? വായിക്ക് വേഗം വേഗം ആവട്ടെ. സിമ്പിൾ എന്താ? ഡി. അതിന്റെ പേരെന്താണ്? പ്രിഫിക്സ് എന്താ? ഡെസി. അപ്പൊ എങ്ങനെയാ നമ്മൾ വായിക്കുക? ഡി ഉണ്ടെങ്കിൽ ഡെസിമീറ്റർ, ഡെസിഗ്രാം, ഡെസി ആംപിയർ, ഡെസി മോൾ. എവിടെ വേണമെങ്കിലും എന്ത് വെക്കാം? മുന്നിൽ എന്ത് വെച്ച് കൊടുക്കാം? ഡെസി വെച്ച് കൊടുക്കാം. ഡെസി വെച്ച് കൊടുത്താൽ എത്രയാണ്? 10⁻⁻1 അളവിനെയാണ് എന്ന് വിളിക്കണേ ഡെസി എന്ന് വിളിക്കുന്നത്. ഇനി സർവറാന്ന് അവിടെ എഴുതി പോയേ 10⁻⁻2. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചേ. 10⁻⁻2 എന്ന് പറയുമ്പോ എത്രയാ വരണേ? 1/10⁻². 100 അല്ലേ? 100 വരുമ്പോ മീറ്റർ 100 ആരാ കണക്ഷൻ? സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 10⁻⁻2 ആണെങ്കിൽ സിമ്പൽ സി ആണ്. പ്രിഫിക്സിന്റെ പേരെന്താ? സെന്റി. പ്രിഫിക്സിന്റെ പേരെന്താ? സെന്റി. 10⁻⁻3. 10⁻⁻3യുടെ മില്ലി. സ്മോൾ ലെറ്റർ എം ആണ് മില്ലി. മില്ലിമീറ്റർ, മില്ലിഗ്രാം അല്ലെ. 10⁻⁻6 മ്യൂ ആണ് അതിന്റെ സിമ്പല്. മൈക്രോ ആണ് പറയാം കേട്ടോ. മൈക്രോഗ്രാം, നാനോഗ്രാം ഒക്കെ വരുന്നുണ്ട്. 10⁻⁻9 സ്മോൾ ലെറ്റർ എൻ ആണ് സിമ്പല്. നാനോ അല്ലെ. നാനോ കാർ കേട്ടിട്ടില്ലേ? നാനോ കാർ എന്ത് കാറാ? വലിയ കാറാ? കുഞ്ഞു കാറാ? കുഞ്ഞു കാർ അല്ലെ. ഭയങ്കര ചെറുതാണ് അല്ലെ. 10⁻⁻9 ആണ്, ചെറുതാണ്. ഇനി 10⁻⁻12 സിമ്പല് പി. പീക്കോ, പൈക്കോ എന്നൊക്കെ പറയാറുണ്ട്. പീക്കോ എന്നാണ് എനിക്ക് പറയാ. ഓക്കെ. 10⁻⁻5 ഫെം. -5 അല്ല, -15. എഫ് അതിന്റെ പേരെന്താ? ഫെംറ്റോ. ഇനി ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ശരിയാവും. ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് നിൽക്കണ്ട. പറ്റാഞ്ച് പഠിക്കുക. നിർബന്ധം പറയുന്നില്ല. ഇത്രയധികം പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കില്ല. ത്രൂ പ്രാക്ടീസ് ആണ് ഇതൊക്കെ എന്ത് ചെയ്യുക? പഠിക്കുക. 1 വേർഡ് പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. 10⁻⁻8 എ ആറ്റോ. 10⁻⁻21 സെഡ്, സെപ്റ്റോ. ഇതാണ് സെപ്റ്റോ. അടുത്ത എന്താ? 10⁻⁻24 വൈ, യോക്ടോ. യോക്ടോ ഒക്കെ പഠിക്കുക. 1 വേർഡ് വരാൻ സാധ്യതയുള്ളൂ. യോക്ടോ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട. ഇവിടെ പാവം സെന്റിയും പിന്നെ ആരാ മില്ലിയും വെച്ചിട്ടുള്ള കളിയുള്ള നമുക്ക്. ഇതിപ്പോ യൂണിറ്റുകൾ എന്താക്കാ ചെയ്തത്? നമ്മള് ചെറിയ യൂണിറ്റുകളാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സബ് മൾട്ടിപ്പിൾസ്. യൂണിറ്റുകൾ പരമാവധി എന്താ ചെയ്തേ? ചെറുതാക്കാ ചെയ്തേ. ഈ സൂര്യന്റെ ഭാരം പറയുമ്പോ നമ്മൾ ഡെസിയിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഡെസിഗ്രാമിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് എന്ത് വേണം? വലിയ യൂണിറ്റ്സ് വേണം. അപ്പൊ ഇങ്ങനത്തെ പവറുകൾ വരാൻ ഉണ്ടാവും. ഇനി നേരത്തെ മൈനസ് പവറുകളായിരുന്നു. ഇനി എന്ത് പവറുകളാ വരിക? ഇതൊക്കെ പ്ലസ് പവറുകളാവും അല്ലെ. അപ്പൊ എന്താ? 10
അടുത്ത മൾട്ടിപ്ലയർ സിംബല് പ്രിഫിക്സ് ആയിക്കോട്ടെ അവസാനിക്കേണ്ട ഭാഗങ്ങളാ. മൾട്ടിപ്ലയർ സിംബല് പ്രിഫിക്സ്. ഇവിടെ എത്രയായിരുന്നു? 10 raised to ഇവിടെ എത്രയായിരുന്നു? 10 raised to -1. ഇതിന്റെ ഒക്കെ എന്താ അടിക്കാനാ പോണേ? പോസിറ്റീവ്. അപ്പൊ മാഷ് അവിടെ എന്ത് എഴുതിയാൽ മതി? 10 എന്ന് എഴുതിയാൽ പോരെ. 10 raised to 1. 10 raised to 1 എന്ന് 10 എന്ന് എഴുതിയാൽ 10 എന്ന് പറഞ്ഞാൽ ഡെക്ക. അപ്പൊ ഡെക്കാഗ്രാം മക്കളെ ഒന്ന് പറഞ്ഞേ, ഒരു ഡെക്കാഗ്രാം അപ്പൊ എത്ര കിലോയാ? ഒരു ഡെക്കാഗ്രാം എത്ര കിലോയാ? നമുക്ക് മൾട്ടിപ്ലയർ എത്രയാ? 10. അപ്പൊ എത്രയാ? 0.1 അല്ല, 0.1 അപ്പുറത്ത് 10 raised to -1. എത്ര കിലോയാ? ഈ നമ്പർ നോക്കടാ. അപ്പൊ ഒരു ഡെക്കാഗ്രാം എത്ര കിലോയാ? 10 കിലോ. ഒരു ഡെസിഗ്രാം എത്രയാ? പറയാതെ ക്ലിയർ ചെയ്യേ. ഒരു ഡെസിഗ്രാം എത്രയാ? 10 raised to -1 കിലോ. അല്ലെങ്കിൽ മീറ്ററിൽ പറഞ്ഞോ. ഒരു ഡെസിമീറ്റർ എത്രയാ? 0.1 ആട്ട് പവറിൽ പറ. 10 raised to -1 മീറ്റർ. അപ്പോ ഒരു ഡെക്കാമീറ്റർ എത്രയാ? 10 മീറ്റർ. മനസ്സിലായ? ഇതിന്റെ ഒരെണ്ണത്തിന്റെ വാല്യൂ ആണ് എവിടെ എഴുതിയാണ്? ഇവിടെ എഴുതിയാണ്. പിടികിട്ടിയ? അപ്പൊ ഒരു ഡെസിമീറ്റർ എത്രയാ? എത്ര മീറ്ററാ? പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യടാ. ഒരു ഡെസിമീറ്റർ എത്ര മീറ്ററാ? ഒരു സെന്റിമീറ്റർ എത്ര മീറ്ററാ? അപ്പൊ അതുപോലെ ഒരു ഡെക്കാമീറ്റർ എത്ര മീറ്ററാ? ഇവിടെ എന്ത് വാല്യൂ? ചെറിയ വാല്യൂ. അവിടെ എന്ത് വാല്യൂ? ഇതിലേതാ വലുത്? ഡെക്കായ വലുത് ഡെസിയ വലുത്? ഡെക്ക അല്ലേ? ഡെസി എന്ന് പറഞ്ഞാൽ 10 raised to -1, അതായത് 1/10. ഡെക്ക എന്ന് പറഞ്ഞാൽ എത്രയാ? 10ൽ 10 ആണ് അല്ലെ? അതായത് എത്ര? 10 മൊത്തം ഉണ്ട് അവിടെ. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇത് വലുത്, മറ്റേത് എന്താ ചെറുത്. അടുത്ത 10 raised to 2 ഹെക്ടോ. 10 raised to 2 h ആണ് സിംബല്, പ്രിഫിക്സ് വരുന്നത് ഹെക്ടോ. 10 raised to 2 h ഹെക്ടോ. 10 raised to 3 k ആണ് കിലോ. നോക്കിയേ ഒറ്റ മിനിറ്റ് ശ്രദ്ധിച്ചടാ. കിലോഗ്രാം. അപ്പൊ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? 10 raised to 3 ഗ്രാം ആയിരിക്കും. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 10 raised to 3 ഗ്രാം ആയിരിക്കും. ഓക്കെ, കിലോഗ്രാം. അടുത്തത് 10 raised to 6 മെഗാ. ഇതൊക്കെ പ്രാക്ടീസോ? ഇനി വേറെ എഴുതി പോക്കോ. മെഗാ എങ്ങനെയാ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ത്രൂ പ്രാക്ടീസ് തന്നെയാണ് പഠിക്കുക. 10 raised to 9 ഗിഗ. 10 raised to 9 ഗിഗ. മെഗാ, ഗിഗ. ഓക്കെ, ഇനി എന്താ? ടെറ. 10 raised to 12. അത് കേട്ടിട്ടുണ്ടാവും അല്ലെ? ടെറ കേട്ടിട്ടില്ലേ? ടെറാബൈറ്റ് എന്ന് പറയില്ലേ നമ്മള് കമ്പ്യൂട്ടറിന്റെ കേസിലൊക്കെ? TB. പിന്നെ 10 raised to 15 പി. പെറ്റ. 10 raised to 15 എന്താ? പെറ്റ. സംസാരിക്കല്ലേ? 10 raised to 18 എത്രയാ? ഇ. എക്സ. ഇനി എന്താ? 10 raised to 21 സെറ്റ അല്ലേ? പിന്നെന്താ? 10 raised to 24 വൈ. യോട്ട. അല്ലേ? സെറ്റ, യോട്ട, എക്സ, ബെറ്റ, ടെറ, ഗിഗ, മെഗാ, കിലോ, ഹെക്ടോ, ഡെക്ക. ഇത്രയും സംഗതികളാണ് എന്ത് നമുക്ക് വന്ന് കേറുന്നത്. കുഴപ്പമില്ലല്ലോ? അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ, മൾട്ടിപ്ലയർ, സിംബല്, പ്രിഫിക്സ്. നാളേക്ക് ഇത് പഠിക്കണം? വേണ്ട, നാളേക്ക് പഠിക്കണ്ട. പക്ഷെ ഇത് നമുക്ക് ആവശ്യമാണ്. ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചിലപ്പോൾ തരാന്ന് അറിയോ? പ്രോബ്ലം ചെയ്ത് തരുമ്പോൾ ചിലപ്പോ നമുക്ക് മില്ലിയിലായിരിക്കും തരിക, മില്ലിഗ്രാമിലായിരിക്കും തരിക. അപ്പൊ നമ്മൾ അതിനെ ഏതിലേക്ക് മാറ്റണം? കിലോയിലേക്ക് മാറ്റണം. ഏതിലേക്ക് മാറ്റണം? കിലോയിലേക്ക് മാറ്റണം. അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഈ മൾട്ടിപ്ലയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. 1 മില്ലിഗ്രാം എഴുതണ്ട. 1 മില്ലിഗ്രാം എത്ര കിലോയാ? പറഞ്ഞേ. 1 മില്ലിഗ്രാം എത്ര കിലോയാ? 10 raised to -3 കിലോ. എതിർക്കൊണ്ട. അപ്പൊ 2 മില്ലിഗ്രാം എത്ര കിലോയാ? ഇത് പറഞ്ഞേ. 2 into 1 മില്ലിഗ്രാം എത്രയാടാ? 10 raised to -3 കിലോഗ്രാം. അപ്പൊ 2 മില്ലിഗ്രാം എത്രയാ? 2 into 10 raised to -3. -3 എന്ത്?
-3 കിലോ. അപ്പൊ ചോദിക്കട്ടെ മാഷ്, 12 പീക്കോമീറ്റർ ചോദ്യത്തിൽ ഇങ്ങനെയായിരിക്കും തരിക. ഓക്കെ, ചോദ്യത്തിൽ ഇങ്ങനെയായിരിക്കും തരിക 12 എന്ത് പീക്കോമീറ്റർ. അപ്പൊ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? എല്ലാം SI യൂണിറ്റിലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. എന്തിലേക്ക് മാറ്റണം? 12 പീക്കോമീറ്റർ എത്ര മീറ്ററാ പറഞ്ഞ മാഷ്? 12 പറയേ 12 ഇൻറ്റു 10⁻⁻12. ഇവിടെ കിട്ടിയ 12 ഇൻറ്റു 10⁻⁻12. ഒരെണ്ണം കൂടെ, ഒരു ഫെംറ്റോമീറ്റർ 10⁻⁻15. 10⁻⁻15 എന്ത്? മീറ്റർ കേട്ടാ. 10⁻⁻15 എന്താ? മീറ്റർ. ശ്രദ്ധിക്കണം, ഈ കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാ? ഓക്കെ, അപ്പൊ എന്താ 10⁻⁻15 മീറ്റർ. എതിർപ്പുണ്ടാ? ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തേ മക്കളെ. 4 മൈക്രോഗ്രാം എത്ര കിലോഗ്രാമാ? പറഞ്ഞേ, 4 മൈക്രോഗ്രാം എത്ര കിലോഗ്രാമാ? പറയേ, 4 മൈക്രോഗ്രാം എത്ര കിലോഗ്രാമാ? 4 ഇൻറ്റു 10⁻⁻6 എന്ത്? കിലോഗ്രാം. സാധനം ഇപ്പൊ ഏതിലേക്ക് വരും? SIയിലേക്ക് വരും. കുഴപ്പമില്ലല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നാളേക്ക് പഠിച്ചുകൊണ്ടിരുന്നില്ല, ഇതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കൂ. എളുപ്പമാണ്, എളുപ്പമല്ല. നാളേക്ക് പഠിക്കണ്ട, പക്ഷെ സാധനം ആവശ്യമാണ്. പ്രോബ്ലം ചെയ്യുമ്പോ എല്ലാ സാധനത്തിനും ഏതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ? SIയിലേക്ക് കൊണ്ടുവന്നിട്ടാ ചെയ്യാൻ പറ്റുള്ളൂ. ഏതിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ ആ ഫോർമുലയിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തണം. നമ്മള് മൊളാരിറ്റിയുടെ ഫോർമുല ചെയ്തപ്പോ വോളിയം ഇൻ മില്ലിലിറ്റർ വന്നപ്പോ മുകളിൽ എത്ര കറണ്ട് എന്ന് പറഞ്ഞു? 1000 കയറ്റി. കാരണം എന്താ? വോളിയം മീറ്റർ ക്യൂബാ SIയില്. അതിന്റെ കൺവേർഷൻ ആണ് അവിടെ നടക്കണേ. അപ്പൊ ലോ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യണം? നമ്മള് ഈ സിസ്റ്റം വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഇതിനെ SIയിലേക്ക് കൊണ്ടുവരിക. ഈ വാല്യൂ ഇട്ടിട്ട് ചെയ്യുക. 12 പീക്കോമീറ്റർ എന്ന് പറയുമ്പോ 12 ഇൻറ്റു കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാരുടെ നോക്കൽ വേഗം എന്താ കഴിയും. അതിനെ വേഗം എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അതിന് ഈ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഈ വാല്യൂസ് അറിഞ്ഞാൽ മാത്രമേ ആ കൺവേർഷൻ കൃത്യമായിട്ട് നടക്കുള്ളൂ എന്നുള്ളതാണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത എഴുതുക, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. അടുത്തടുത്ത സെക്ഷനുകളിലേക്ക് പോവാണ് കേട്ടോ. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ലെങ്ത്തിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ലെങ്ത് അളക്കാനുള്ള യൂണിറ്റ് എന്താടാ മക്കളെ? പറഞ്ഞു എന്താ? മീറ്റർ അല്ലെ? ലെങ്ത് അളക്കാനുള്ള യൂണിറ്റ് എന്താണ്? മീറ്റർ. പക്ഷെ ഈ മീറ്റർ വെച്ചിട്ട് സൂര്യനിലേക്കുള്ള ദൂരം അളക്കാൻ പറ്റുമോ? കാരണം എന്താ? സൂര്യനിലേക്കുള്ള ദൂരം ഭയങ്കര കൂടുതൽ. അല്ലെങ്കിൽ ചൊവ്വയിലേക്കുള്ള ദൂരം അളക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതൊക്കെ വലിയ ദൂരങ്ങളാണ് അല്ലെ? അപ്പൊ വലിയ ദൂരങ്ങൾ അളക്കാൻ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മള് SI സിസ്റ്റത്തിലത്തെ യൂണിറ്റുകളല്ല എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിന് വേറെ ചില യൂണിറ്റുകളുണ്ട്. അതില് ഏതിന്റെ യൂണിറ്റ്സ് ആണ് നമ്മൾ നോക്കണേ? ലെങ്ത്തിന്റെ യൂണിറ്റുകളാണ് നോക്കണേ. ഏതിന്റെ യൂണിറ്റുകളാ? അപ്പൊ ലെങ്ത്തിന്റെ വളരെ ലാർജർ ആയിട്ടുള്ള ലെങ്ത്തുകൾ മെഷർ ചെയ്യാനായിട്ടുള്ള ചില പുതിയ യൂണിറ്റുകളാണ് എന്ത് പരിചയപ്പെടുന്നത്. ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താ? ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ ദൂരം നമ്മൾ എങ്ങനെ പറയാറ്? വെരി ഗുഡ്. എന്തിനാണ് പറയാ? ലൈറ്റ് ഇയർ. എഴുതിക്കോ. ഫസ്റ്റ് പോയിന്റ് ലൈറ്റ് ഇയർ. അപ്പൊ ലൈറ്റ് ഇയർ എന്താന്നുള്ളതാണ് എന്ത് ചെയ്യണേ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ കൊടുക്കുക ലൈറ്റ് ഇയർ. ആദ്യത്തെ യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ. ബ്രാക്കറ്റിൽ കൊടുക്കുക കേട്ടോ. എന്താ ബ്രാക്കറ്റിൽ? എപ്പോഴും എത്തിയിരിക്കണ യൂണിറ്റ് ഓഫ് എന്താ? യൂണിറ്റ് ഓഫ് എന്താ? യൂണിറ്റ് ഓഫ് എന്താ? ലെങ്ത്. ലെങ്ത് അളക്കാനുള്ള യൂണിറ്റ് ആണ് എന്ത്? ലൈറ്റ് ഇയർ കേട്ടോ. കാരണം ഇത് പലപ്പോഴും ടൈം ഇന്ത്യ പറഞ്ഞു വയ്ക്കും പഠിച്ചു പോകണ്ട്. കാരണം എന്താ? ലൈറ്റ് ഇയർ. ഇയറിന്റെ വല്ല സാധനം വെച്ചിട്ട് ഇയർ അളക്കാളൊന്നല്ല. എന്ത് അളക്കാളതാ? ലെങ്ത് അളക്കാനുള്ള സാധനമാണ് എന്ത്? ലൈറ്റ് ഇയർ. എന്താ ലൈറ്റ് ഇയർ? പ്രകാശവർഷം. എന്താ പ്രകാശവർഷം? അറിയാതല്ലേ? എന്താ പ്രകാശവർഷം? പറഞ്ഞോ. വെരി ഗുഡ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. വളരെ വലിയ കൺസെപ്റ്റ് ആണ് അല്ലെ? ലൈറ്റിന്റെ സ്പീഡ് എത്രയാ? ലൈറ്റിന്റെ സ്പീഡ് എത്രയാ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇതാണ് ലൈറ്റിന്റെ സ്പീഡ്. വാല്യൂ എഴുതിയാണ് കണ്ട. 3 × 0.0 ആണോ ചെയ്തേ? അല്ല, അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾസ് ഒക്കെ പഠിച്ചത്. ഇങ്ങനെ പവർ ആയിട്ടാണ് നമ്മൾ ഇനി എഴുതുക.
അത് ഏകദേശം വകുപ്പിലേക്ക് ആക്കി കൊണ്ടുവരുമ്പോ ഒരു മണിക്കൂറിൽ ഒരു സെക്കൻഡില് ഏകദേശം 3 ലക്ഷത്തിന് മേലെ കിലോമീറ്റർ എന്ത് ചെയ്യും ലൈറ്റ് ട്രാവൽ ചെയ്യും. ഒരു സെക്കൻഡിൽ എത്രയാ? 3 ലക്ഷം കിലോമീറ്റർ ആണ് അറൗണ്ട് പറയുക നമ്മള്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡില് എത്ര ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യും? 3 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അങ്ങനെ നമ്മൾ ലൈറ്റിനെ ഇവിടുന്ന് ഒരു ഗ്രീൻ ഫ്ലാഗ് കൊടുത്ത് വിടുക, പൊക്കോളം പറയുക. ആ സ്പീഡിൽ അവൻ ഇങ്ങനെ പോവാണ്. ഓരോ സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ദൂര? 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എത്ര കാലം പോണം അവൻ? 1 വർഷം പോണം. ഒരു സെക്കൻഡിൽ എത്ര വെച്ചിട്ടാ പോണേ? 3 ലക്ഷം കിലോമീറ്റർ വെച്ചിട്ട് അവൻ എത്ര സമയം പോകും? 1 വർഷം ട്രാവൽ ചെയ്യും. അപ്പൊ ഒരു ദൂരത്തില്ലേ അവൻ? ഒരു ദൂരത്തില്ലേ? ആ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് എത്ര? ലൈറ്റ് ഇയർ. 1 ലൈറ്റ് ഇയർ. അപ്പൊ എങ്ങനെ പറയാം എന്താ ലൈറ്റ് ഇയർ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആരാ? ഡിസ്റ്റൻസ് പറയടാ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആരാ? ബൈ ലൈറ്റ് ഇയർ. എത്ര സമയം കൊണ്ടാ? പറയേ എത്രയാ? ഇൻ 1 ഇയർ. 1 കൊല്ലം കൊണ്ട് ലൈറ്റ് പറയണ ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ലൈറ്റ്. 1 കൊല്ലം കൊണ്ട് ഓടിപ്പിടിക്കണ ദൂരത്തിനെ വിളിക്കണ പേരാണ് എന്ത്? ഒരു ലൈറ്റ് ഇയർ. മാഷി ചെറിയൊരു വർക്ക് തരാം നിങ്ങൾക്ക്. ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ത്രൂ വാക്വം എന്ന് എഴുതിക്കോളൂ കേട്ടോ. ത്രൂ വാക്വം. ത്രൂ ആരാ? വാക്വം. എന്താ വാക്വം? ശൂന്യത. കാരണം എന്താ? ലൈറ്റിന്റെ സ്പീഡ് മാറും അല്ലെ? മീഡിയം മാറുമ്പോ മാറൂടാ. ലൈറ്റിന്റെ സ്പീഡ് മാറും. ഏതാ പ്രോസസ്? 10ൽ പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്ഷൻ പഠിച്ചിട്ടാ? റിഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലേ? റിഫ്രാക്ഷന്റെ കാരണം എന്താ? ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോ ലൈറ്റിന് എന്ത് മാറും? സ്പീഡ് മാറും അല്ലേ? അപ്പൊ നമ്മള് ആ മീഡിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കാണ്. ത്രൂ ആരാ? വാക്വം. അപ്പൊ വാക്വത്തിലൂടെ വാക്വത്തിലൂടെ 1 വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യണ അതിനെയാണ് എന്ന് പറയുന്നത് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിന്റെ പേരാണ് എന്ത്? പ്രോക്സിമ സെഞ്ചുറി അല്ലെ? ഈ ആള് പുലിയാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇല്ല പറയുന്നത്. എന്താണ് പ്രോക്സിമ സെഞ്ചുറി? കുറച്ച് ആസ്ട്രോണമിക്കലായിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെ? എപ്പോഴും പ്രോക്സിമ സെഞ്ചുറിയിൽ നിയർലി 4 to 5 ലൈറ്റ് ഇയർ ഉണ്ട്. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് എത്ര ദൂരം ഉണ്ട് ഭൂമിന്ന്? 4 ഇയർ അല്ലെങ്കിൽ 5 ഇയർ അറൗണ്ട് എന്തുണ്ട്? ലൈറ്റ് ഇയർ. അത് ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ അങ്ങോട്ട് എത്താൻ എത്ര സമയം എടുക്കും? 4 കൊല്ലം എടുക്കും. ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ അങ്ങോട്ട് എത്താൻ എത്ര കൊല്ലം എടുക്കും? 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ലൈറ്റിന്റെ സ്പീഡിൽ പോയാ എത്ര ദൂരാണ്? എന്ത്? ലൈറ്റിന്റെ സ്പീഡിൽ എത്ര കൊല്ലം പോയാ? 1 കൊല്ലം പോയാ. ശരിയല്ലേ? അവിടെ എത്ര സ്പീഡാണ്? എന്ത്? ലൈറ്റ് ഇയർ അല്ലെ? അപ്പൊ 4 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ലൈറ്റിന്റെ സ്പീഡിൽ പോയാ നമ്മൾ അവിടെ എത്താൻ എത്ര കൊല്ലം എടുക്കും? 4 കൊല്ലം എടുക്കും. എന്തിന്റെ സ്പീഡിൽ പോയാ? ലൈറ്റിന്റെ സ്പീഡിൽ. അപ്പൊ എന്തോരകലെയാണ് ഈ സാധനം കെടുക്കണത്. ചന്ദ്രനിലേക്ക് ലൈറ്റ് പോയിട്ട് തിരിച്ചു വരാൻ 2 സെക്കൻഡ് വേണം. അങ്ങോട്ട് പോകാൻ 1 സെക്കൻഡ് വേണം, ഇങ്ങോട്ട് വരാൻ 1 സെക്കൻഡ് വേണം എന്ന് പറയാം. ചന്ദ്രനിലേക്ക് പോവാൻ നമ്മൾ ഈ കാണുന്ന ചന്ദ്രനിലേക്ക് ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ പോലും 3 ലക്ഷം കിലോമീറ്റർ 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യും. അപ്പൊ അറൗണ്ട് 1.5 to 3 ആവറേജ് ആണ് ഇവിടേക്കുള്ള ദൂരം, ചന്ദ്രനിലേക്കുള്ള ദൂരം. ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ അങ്ങനെയാണ് കൃത്യമായിട്ട് അളന്നത്. ചന്ദ്രനിലേക്ക് പോയ ആൾക്കാർ അവിടെ ഒരു റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് റിഫ്ലക്ടർ അടിച്ചു പോകും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയമാണ് നോക്കുന്നത്. ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പൊ എന്ത് കിട്ടും? ലൈറ്റിന്റെ സ്പീഡ് കിട്ടും അല്ലേ? ചന്ദ്രനിലെ ആൾക്കാർ പോയിട്ടുണ്ടാ? ചന്ദ്രനിൽ പോയിട്ടാ കുറെ മണ്ണന്മാര് ഇപ്പൊ പോയിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട്. ചന്ദ്രനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയം വേണ്ട. ആരില്ലെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. യാതൊരു സംശയം വേണ്ട. ആളുകൾ ചന്ദ്രനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലാൻഡ് ചെയ്തു. പറയണ കാരണമൊക്കെയാണ് എന്ത്? കൊടി എന്ത് ചെയ്തു? കേട്ടിട്ടില്ലേ? ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കൊടി എന്ത് ചെയ്തു? കൊടി പറന്നു. എങ്ങനെ കൊടി പറന്നു? ചന്ദ്രനിൽ എന്തില്ല? എന്താണ്? വായു ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ കൊടി പറന്നു? അതുകൊണ്ട് ചന്ദ്രനിൽ എന്ത് ചെയ്തിട്ടില്ല? വല്ലാത്തൊരു ആർഗ്യുമെന്റ് അല്ലേ? അത് ദഹിക്കും. കുറെ പേർക്ക് ദഹിക്കും, കുറെ ആൾക്ക് പാവങ്ങൾക്ക് ദഹിക്കും. അത് കുറച്ച് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യം. ഇത്ര ആലോചിച്ചാൽ പോലെ. നിങ്ങൾ ഫസ്റ്റ് യുക്തി ആലോചിച്ചേ. ഇപ്പൊ അമേരിക്ക ചന്ദ്രനിൽ പോയിട്ട് ഫേക്ക് ചെയ്യണോ? ഒരു വീഡിയോ ഫേക്ക് ചെയ്തിട്ടുണ്ടാക്കണം. നമ്മള് ചെയ്യാൻ തീരുമാനിച്ചു. ചന്ദ്രനിൽ പോയി നമുക്ക് കാണിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളൊരു വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇത്ര വെച്ചാൽ ബേസിക് യുക്തി. നമ്മള് അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കൂ? കൊടി പറക്കണ കാര്യം നമ്മൾ ആലോചിക്കില്ലേ? നമ്മൾ ആലോചിക്കൂ? ആലോചിച്ച് നോക്കുന്നത് നമ്മൾ ആലോചിക്കില്ലേ? നമ്മളാലോചിക്കും. പക്ഷെ നമ്മൾ ഈ കൊടി ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല. കാരണം എന്താ? ചന്ദ്രനിൽ എന്തില്ല? കാറ്റില്ലല്ലോ. കൊടി പറക്കരുത്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുക. എടാ ഏതൊരു
മിനിമം ആള് ചെയ്യുന്ന കാര്യമല്ലേ അത്. നമ്മൾ അങ്ങനെ മണ്ടത്തരം ചെയ്യും ഫേക്ക് ചെയ്യുമ്പോ? ഇല്ല. ഈവൻ നമ്മള് ഒരു നുണ പറയുമ്പോ പോലും അതിന്റെ 4 മൂല്യം മുട്ടിച്ചിട്ടാണ് പറയുക. ശരിയല്ലേ? അല്ലാണ്ട് പറയുമോ? ഇല്ല. എല്ലാം ഫ്രെയിം ചെയ്തിട്ടാണ് നുണ പറയാ നമ്മള്. എന്നിട്ട് പറയാം ഒരു രാജ്യം മുഴുവൻ എന്താണ് നുണ പറയാറങ്ങുമ്പോ അവർക്ക് അറിയില്ല എന്ത് ചന്ദ്രനില് കാറ്റില്ല എന്നുള്ളതും കൊടി എന്ത് ചെയ്യാനില്ല എന്നുള്ളതും പറക്കില്ല എന്നുള്ളത്. എന്നിട്ട് അവർക്ക് തെറ്റിദ്ധരിച്ചിട്ട് അവർ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോ എന്ത് ചെയ്തു? പറക്കണ പോലെ കാണിച്ചു. ആർക്കും അറിയില്ല. ഒന്നും അറിയാത്ത മണ്ടന്മാരാണ് നാസയിലിരിക്കുന്നത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ കാര്യം പറയുന്നേട്ടാ. വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവന്മാര് എന്ത് ചെയ്യും? അങ്ങനെ വേണമെന്ന് വെച്ചാൽ അവന്മാര് കൊടി എന്ത് ചെയ്യും? താത്തിട്ട പോലെ. ഇത്ര കഷ്ടപ്പെട്ട് പറത്താനായിട്ട് കാറ്റ് കൊണ്ടുവരട്ടെ ഷൂട്ടിങ്ങിനോടുത്ത്. ഇത്ര ബുദ്ധിമുട്ട്. ഇത് അങ്ങനെയല്ല അതിന്റെ സംഭവം. ഈ കൊടി പറക്കണ സംഭവം എന്താ? കൊടി പറഞ്ഞത് നാസയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാം. അവര് കൊണ്ടുപോയിട്ടുള്ള ഫ്രെയിം കാണിച്ചിട്ടുണ്ട്. അവന്മാര് കൊണ്ടുപോയിട്ടുള്ള ഫ്രെയിം എങ്ങനെയാ? എൽ ഷേപ്പിലുള്ള ഫ്രെയിമാ. ഇങ്ങനത്തെ ഫ്രെയിം കൊണ്ടുപോയിക്കണേ. നമ്മുടെ ഇവിടെയാണ് ഇങ്ങനത്തെ ഫ്രെയിം ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഫ്രെയിം ഉപയോഗിക്കാൻ കാരണം എന്താ? കൊടി തൂക്കിയിട്ടാൽ എന്ത് വീശും? അപ്പൊ ഇതെങ്ങനെ നിൽക്കും? ഇങ്ങനെ നിൽക്കും. അപ്പൊ ഒരു ഭംഗിയുണ്ടോ? ഇവിടെ ചന്ദ്രനിൽ പോയിട്ട് ഇവന്മാര് ഇത്ര കാശ് ചെലവാക്കിയിട്ട് കൊടി തൂക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കാര്യം എന്താ? എന്നിട്ട് ഫോട്ടോ എടുത്ത് കൊണ്ടുവരുമോ? ഇല്ല. പോണവരെ കുറിച്ച് പോകുന്നില്ല. നമ്മള് പോകണെങ്കിൽ അവിടെ കാറ്റില്ലേ മാഷേ? കൊടി ഇങ്ങനെ എടുക്കുമ്പോ ഫോട്ടോ എടുക്കുമ്പോ എന്താ ഭംഗി ഉണ്ടാവില്ല. നമ്മൾ എന്തിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കും? ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വയ്ക്കുന്നിട്ട് ഇവിടെ കെട്ടിയിടുക. അപ്പോഴാണ് അത് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. നാസയുടെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടത്തെ മൊമെന്റം കാൽക്കുലേഷന്റെ വേരിയേഷൻ പോലും അവർ കണക്കൂട്ടിയിട്ടുണ്ട് ആ വീഡിയോസിൽ നോക്കിയിട്ട്. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ പറയുക ഇവിടെ ചന്ദ്രനിലേക്ക് പോയിട്ട് പഞ്ചായത്ത് പോലും കിടക്കാതെ ആൾക്കാർ പറയുന്നത് ചന്ദ്രനിലേക്ക് പോയിട്ടില്ല. കോൺസ്പിറസി തിയറീസ് ആണ്, അതിലൊന്നും വിശ്വസിക്കരുത്. മണ്ടത്തരാണ്. അപ്പൊ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരം എത്ര വർഷം കൊണ്ട്? 1 വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു ലൈറ്റ്. പക്ഷെ ഇപ്പൊ ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പൊ എത്ര മീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചേ? 1 സെക്കൻഡിൽ എത്രയാ? 1 സെക്കൻഡിലുള്ള തന്നിട്ട് മാഷ് 1 സെക്കൻഡിൽ എത്രയാ? 3 × 10⁻⁸. കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ. 2 മിനിറ്റ് പൊക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ 1 വർഷം കൊണ്ട് എത്ര മീറ്റർ പോകുന്നു കണ്ടുപിടിച്ച്? 1 സെക്കൻഡിൽ എത്ര ദൂരം പോകും? കാൽക്കുലേറ്റർ ഒക്കെ വാങ്ങണം കേട്ടോ. എന്താ പേര്? അയന. ഓക്കെ. ആർദ്ര. ഓക്കെ. പിന്നെ ആരാ പുതിയത് വന്നിട്ട്? അറിയില്ല. കോടിയല്ല, മീറ്റർ ആണ് പറഞ്ഞ കേട്ടോ. ഈ 10⁻⁸ അല്ലേ? ആ കോടിയല്ല തോന്നുന്നു. കോടികൾ കൂടുതൽ വരുന്നു. ആണോ? നോക്കിക്കോ. വർക്ക് നോക്ക്. കാൽക്കുലേറ്റർ കൊണ്ടിട്ട് തോന്നിയതല്ലേ? മടിയായിട്ട് ക്ലാസ് തുടങ്ങാൻ പാടില്ലാട്ടാ. എന്താ പറ്റിയെന്നല്ലേ? പള്ളിയിൽ പോയി മഴ പെയ്തിപ്പോ കിട്ടുന്നൊരു വോയിസ് ഇടാൻ പറഞ്ഞിട്ട് ഒരു കൊല്ലത്തിലുള്ള എന്ത് കണക്കാക്കുക? സെക്കൻഡ് കണക്കാക്കുക. എന്നിട്ട് അതിനെ എത്ര അടിച്ചാൽ മതി? 3 × 10⁻⁸ പോരെ? മതിയോ? ആണോ? കിട്ടിയാ പറഞ്ഞത്? ട്രൈ ചെയ്തു. ഐഡിയ മനസ്സിലായില്ലേ? 1 സെക്കൻഡിൽ പോണ ദൂരം അറിയോ? 1 കോഴിമുട്ടയ്ക്ക് 5 രൂപ. 100 കോഴിമുട്ടയ്ക്ക് എത്രയാ? അപ്പൊ 1 സെക്കൻഡിൽ ഒരു കൊല്ലത്തിലുള്ള ദൂരം ഒരു കൊല്ലത്തിലുള്ള എന്ത് കാണണം? ഐഡിയ മനസ്സിലായ?
മാസം ഒന്നും എടുക്കണ്ട, ദിവസം എടുത്താൽ പോലെ. ആരും മാസം എടുക്കണ്ട, മാസം എടുക്കണ്ട തെറ്റും അല്ല, മാസം എടുക്കണല്ലോ അല്ലെ. മാസം ഇൻറ്റു 30 അത് കിട്ടില്ല. ഒരു കൊല്ലത്തിൽ എത്ര ദിവസാ? ഇവിടെ ശ്രദ്ധിച്ചടാ, മാഷ് പറയാം, ഇവിടെ ശ്രദ്ധിക്കേ. ഒരു കൊല്ലത്തില് എത്ര സെക്കൻഡ് ഉള്ളത് കണക്കാക്കുക. നീ സൈലന്റ് ആയിരുന്നു, അതിന് ഡിസ്കഷൻ വേണ്ട. ഒരു കൊല്ലം കൊണ്ട് പോണ എന്ത് ഡിസ്റ്റൻസ് ആണ് എന്ത് എന്ത് അല്ലല്ല, ഒരു കൊല്ലം കൊണ്ട് പോണ ഡിസ്റ്റൻസ് ആണ് എന്ത് ലൈറ്റ് ഇയർ. ഇത് എത്ര സെക്കൻഡിലാ? അപ്പൊ ആദ്യം നമ്മൾ ഒരു വർഷത്തില് എത്ര കേക്ക്, ഒരു വർഷത്തില് എത്ര സെക്കൻഡ് ഉണ്ട് നോക്കുക. അതിനെ ഒരു സെക്കൻഡില് പോണ ദൂരം കൊണ്ട് എന്ത് ചെയ്യാ? ഓ, ഈ മിഠായി കണക്ക് മറന്നുകൂടാ. ഒരു സെക്കൻഡിൽ എത്ര ദൂരാടാ? എത്രയാ പറഞ്ഞേ? 3 × 10⁸ അല്ലേ മീറ്റർ സെക്കൻഡ്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്രയാ? 3 × 10⁸ മീറ്റർ. നമുക്ക് വേണ്ടത് എന്താ? ഒരു വർഷത്തിലുള്ള ദൂരം ആണോ? ഇത് ഇൻറ്റു ഇത് ബൈ ഇത് ചെയ്താ പോരെ. പക്ഷെ ഇത് ഇൻറ്റു അത് ഇതൊക്കെ ചെയ്യുമ്പോ ഇവിടെ ഇതിലാ സെക്കൻഡിലാ, ഇവിടെ ഇതിലാ. അത് പറ്റൂ? അത് പറ്റില്ല അല്ലെ. അപ്പൊ ഈ ഇയറിനെ ഇതിലേക്ക് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം. ഇയറിനെ എങ്ങനെ സെക്കൻഡിലേക്ക് മാറ്റണം? ഒരു ദിവസം അല്ല, ഒരു വർഷം എത്ര ദിവസം ഉണ്ട്? 365. ഒരു ദിവസത്തില് എത്ര മണിക്കൂർ ഉണ്ട്? 24 മണിക്കൂർ അല്ലെ. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് അല്ലടാ മക്കളെ. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? അപ്പൊ 60 സെക്കൻഡ്. അപ്പൊ ഒരു കൊല്ലത്തിൽ എത്ര സെക്കൻഡാ? ഇത്രയും സെക്കൻഡ് ഉണ്ട്. എതിർപ്പുണ്ടാ? അപ്പൊ എത്ര വാല്യൂ വരിക പറഞ്ഞേ? ഇത് ബൈ 1. രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര കിട്ടിയേ? 9.46 × 10⁻15 അല്ലെ. 10⁻ എത്രയാ? 15. അപ്പൊ എഴുതി വെച്ചേ, ഒരു ലൈറ്റ് ഇയർ ഈക്വൽ ടു 1 ലൈറ്റ് ഇയർ ഈക്വൽ ടു 9. കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയ ഈ കാൽക്കുലേഷൻ ഒന്ന് കാണിച്ചിട്ടോളൂ കേട്ടോ. 1 LY ഈക്വൽ ടു 365 × 24 × 60 × 60. ആ ചെയ്യുമ്പോ 9.46 × 10⁻15 മീറ്റർ. നാളേക്ക് പഠിച്ചു വരണം കേട്ടോ. ഏതാ? 3 × 10⁸ കൂടിയുണ്ട്. എഴുതിയില്ല? അയ്യോ, അത് എഴുതിയില്ല അല്ലേ. സോറി, വെരി ഗുഡ്. × 3 × 10⁻⁸ കൂടിയുണ്ട് കേട്ടോ. എഴുതോട്ട് പോയി മാഷ്. മൾട്ടിപ്ലൈ ചെയ്ത് വരുള്ളൂ അല്ലെ. 3 × 10⁻. അപ്പൊ ഇത് പഠിക്കണം. 1 വേർഡ് ആണ്, പരീക്ഷയ്ക്ക് വരണതാണ് കേട്ടോ. ഇത് ബോക്സ് ചെയ്ത് വെച്ചേ. 1 LY ഈക്വൽ ടു 9.46 × 10⁻15 എന്താ? മീറ്റർ. 10⁻15 മീറ്റർ. മനസ്സിലായ പറഞ്ഞത്? എങ്ങനെയാ വാല്യൂക്ക് എത്തിയെന്ന് മനസ്സിലായ എൽസ? ഒരു സെക്കൻഡില് ഇത്ര ദൂരം. അപ്പൊ ഒരു വർഷം പോണ ദൂരാണ് കാണണ്ടേ. അപ്പൊ ഒരു വർഷത്തിന് നമ്മൾ എന്തിലേക്ക് ആക്കി? ദിവസത്തിലേക്ക് അല്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു സെക്കൻഡില് പോണ ദൂരമാണ് ഇത്ര. നമുക്ക് കാണണ്ട എന്താ? ഒരു ഇയറിൽ പോണ ദൂരം അല്ലെ. അപ്പൊ ഇയറിനെ നമ്മൾ ഏതിലേക്ക് ആക്കി? ഒരു ഇയറിൽ എത്ര സെക്കൻഡ് ഉണ്ട് നോക്കി. അപ്പൊ ഒരു സെക്കൻഡിൽ ഇത്ര ദൂരാണെങ്കിൽ ഇത്രയും സെക്കൻഡ്സിൽ എത്ര ദൂരമായിരിക്കും? ഇത് എന്ത് ചെയ്യാ? രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. പിടികിട്ടിയാ പറഞ്ഞത്? മനസ്സിലാക്കണം കേട്ടോ. എത്ര വാല്യൂ വരണേ? 9.46 × 10⁻15 മീറ്റർ. ഡെഫിനിഷൻ ഓക്കെ അല്ലേ? ഡെഫിനിഷൻ എന്താ ലൈറ്റ് ഇയറിന്റെ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ എത്രയാ? സംസാരം വേണ്ട കേട്ടോ. എത്രയാ? ഇൻ 1 ഇയർ. അടുത്ത യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. എന്ത് അളക്കാനുള്ള യൂണിറ്റ് തന്നെയാണ്? വലിയ ലെങ്തുകൾ അളക്കാനുള്ള രണ്ടാമത്തെ ഒരു യൂണിറ്റ് ആണ് എന്ത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. മാർക്ക് ചെയ്തേ. അടുത്ത യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതൊക്കെ ആരുടെ യൂണിറ്റുകളാ മക്കളെ? ആരുടെ യൂണിറ്റുകളാ? എന്താൾക്കാള യൂണിറ്റുകളാ? ലെങ്ത് അളക്കാള യൂണിറ്റുകളാ. ബോളിൽ ശ്രദ്ധിച്ചിട്ടാ മക്കളെ? ഇവിടെ നടുക്കിൽ ആരാ? നടുക്കിൽ സൂര്യൻ. ഇതിന് ചുറ്റും കിടന്ന് നമ്മൾ ആര് കറങ്ങുന്നുണ്ട്? ഭൂമിയുടെ ടീം കറങ്ങുന്നുണ്ട് അല്ലെ? ആണോ? ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു ദൂരല്ലേ?
ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എപ്പോഴും കോൺസ്റ്റന്റ് ആണോ? വട്ടത്തിലാണോ കറങ്ങണേ? അല്ല. എങ്ങനെ കറങ്ങണേ? എലിപ്റ്റിക്കൽ ആയിട്ടാണ് കറങ്ങണേ അല്ലെ? ഈ ദൂരം കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം എന്താ? കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. ആ ദൂരത്തിന്റെ ആവറേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആവറേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പൊ എങ്ങനെ പറയാം? ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരൊക്കെയാ? സൺ ആൻഡ് എർത്ത്. ആവറേജിന് വേറൊരു പേരുണ്ട്. എന്താ? കഴിഞ്ഞുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടില്ലേ? ആവറേജ് കാണുന്നതിന് വേറെ പേരെന്താ? മീൻ. എന്താണ്? മീൻ. അപ്പൊ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരാണ്? സൺ ആൻഡ് എർത്ത്. മീൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞോ? ആവറേജ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? 1 astronomical unit, 1 AU is പറഞ്ഞ എന്താ? ആവറേജ് പറയടാ. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരൊക്കെയാ? ആവറേജ് പറയേ. ഇതിനുള്ള ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരൊക്കെയാ? സൺ ആൻഡ് എർത്ത്. സൺ ആൻഡ് എർത്ത്. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആവറേജ് ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മള് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പൊ അതിന്റെ വാല്യൂ വേണം അല്ലെ? അതിന്റെ വാല്യൂ 1 AU is equal to 1.496 into 10 raised to 11 മീറ്റർ. അടുത്ത ബോക്സ് കയറ്റിക്കോട്ടോ. ഇതൊക്കെ നാളേക്ക് പഠിക്കണം കേട്ടോ. പഠിക്കാതെ തെരഞ്ഞു പിടിച്ച് എഴുതി തരാം കേട്ടോ. മാഷ് പോകാറും വിളിക്കും. 1.496 into 10 raised to 11 മീറ്റർ. അടുത്ത ലെങ്ത് അളക്കാനുള്ള ഒരു യൂണിറ്റ് ആണ്. ഇതിൽ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പാരാലാക്റ്റിക് സെക്കൻഡ്. പാരാലാക്റ്റിക് സെക്കൻഡ് ബ്രാക്കറ്റില് പാർസെക് എന്ന് പറയും. ഇത് കേട്ടിട്ടുണ്ടാവില്ല. പാർസെക് കേട്ടിട്ടുണ്ടോ? പുതിയതാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. AU കേട്ടിട്ടുണ്ടോ? ഇല്ല. അസ്ട്രോണമിക്കൽ യൂണിറ്റ് കേട്ടിട്ടുണ്ടാവും. ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക് ആണ് കേട്ടോ. ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക് ആണ്. അതൊന്ന് എഴുതിയിടണം. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതിയെടുക്കുക. മാഷ് പറഞ്ഞുതരാം. It is the distance at which an arc of length one astronomical unit, arc of length, one astronomical unit subtend an angle of 1 second of arc. 1 second of arc. പലതെങ്കിലും മനസ്സിലായ? ഒന്ന് മനസ്സിലാക്കണ്ടാവും. 1 parsec എത്ര മീറ്റർ ആണെന്ന് നോക്കിയാൽ മതി. 1 parsec equal to 3.08 into 10 raised to എത്രയാണ്? 16 മീറ്റർ ആണ് കേട്ടോ. 16 മീറ്റർ. ഡെഫിനിഷൻ പഠിക്കുന്ന വേണ്ട. ആ ഡെഫിനിഷൻ വിശദീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ആംഗിൾ മെഷർ ചെയ്യണ യൂണിറ്റ് ഏതാ? സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതാ? ഡിഗ്രി. ആ സാധനം കിട്ടണമെങ്കിൽ റേഡിയൻ മെഷർ പഠിക്കണം. റേഡിയൻ മെഷർ എന്താന്നുള്ളതും ഒരു മിനിറ്റ് ആംഗിൾ എന്താന്നുള്ളതും ഒരു സെക്കൻഡ് ആംഗിൾ എന്താന്നുള്ളതും പഠിച്ചാലാ നമുക്ക് ആ ഡെഫിനിഷൻ എന്താക്കാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അതിലേക്ക് പോയി കഴിഞ്ഞാൽ സമയം കുറെ പോകും. അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് പഠിക്കും. ട്രിഗ്നോമെട്രി പഠിക്കും. നമ്മൾ പുതിയ മാത്സ് എടുക്കുന്ന ട്രിഗ്നോമെട്രി എടുക്കണം. അതിൽ കാണും റേഡിയൻ മെഷർ ആണ് അവിടെ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ശേഷം വേണമെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ മാഷ് എന്ത് ചെയ്യാം? പാർസെക് പഠിപ്പിച്ച് തരാം. അപ്പൊ 1 parsec എത്രയാണ്? 3.08 into 10 raised to 16. ഏതൊക്കെ പഠിച്ചു? ലൈറ്റ് ഇയർ കണ്ടു, അസ്ട്രോണമിക്കൽ യൂണിറ്റ് കണ്ടു, പാർസെക് കണ്ടു. മക്കളെ ഇതിലെ ഏറ്റവും വലുത് ഏതാ? അതിന് ചെറുതേതാ? അസ്ട്രോണമിക്കൽ ആണോ ലൈറ്റ് ഇയർ ആണോ? അസ്ട്രോണമിക്കൽ. കാരണം എന്താ? അസ്ട്രോണമിക്കൽ 10 raised to 11. മറ്റേത് എത്രയായിരുന്നു? 10 raised to എത്ര? 8 6 ആയിരുന്നോ? ലൈറ്റ് ഇയറിന്റെ ചോദിക്കണേ. 15 ഉണ്ടാ? അപ്പൊ ഏറ്റവും ചെറുതാടാ. ചെറുത് പിന്നെ ഏതാ?
ഇതിനാണ് ചെറുത് ഏതാ? പാർസെക്കൻഡ് ആണ് ചെറുത് ഏതാ? ലൈറ്റ് ഇയർ അല്ലേ? കാരണം ഇതിന്റെ പവർ എത്രയാ? 10 എത്രയാ? 16. ലൈറ്റ് ഇയർ എത്രയുണ്ട്? 15 ഇല്ലേ? അസ്ട്രോണമിക്കൽ എത്രയുള്ളൂ? അപ്പൊ ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുത് ഏതാ? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഏറ്റവും വലുത് ഏതാ? അതെങ്ങനെ വലുതും ചെറുതും കമ്പയർ ചെയ്യണം? നമ്മൾ ഏത് നോക്കിയാൽ മതി? 10ന്റെ പവർ നോക്കിയാൽ മതി. 10ന്റെ നോക്കിയാൽ മതി, പവർ നോക്കിയാൽ മതി. ഇറങ്ങിക്കോട്ടെ. അപ്പൊ എന്താ വരിക? ഏറ്റവും വലുത്. ഇത് നാളെ പഠിക്കണം. ഏറ്റവും വലുത് ഏതാ? പാർസെക്കൻഡ്. പഠിക്കാനുള്ളത് ഗ്രൂപ്പിൽ നോക്കണം കേട്ടോ. ഇത് പാർസെക്കൻഡിനേക്കാളും ചെറുതാണ് ആര്? പാർസെക്കൻഡിനേക്കാളും ചെറുതാണ് ആര്? ഒക്കെ പറയണ ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയറിനേക്കാളും ചെറുതാണ് ആര്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാരലാക്സ് മെത്തേഡൊക്കെ അവിടെ എടുക്കട്ടെ, ഒന്നും വരാറില്ല. അപ്പൊ നാളെ ഡയമെൻഷൻസ് തുടങ്ങാം കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെച്ചാൽ നാളത്തെ ക്ലാസ് മുടങ്ങിയിരിക്കും കേട്ടോ. നാളത്തെ ക്ലാസ് മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 2 ക്ലാസ് മനസ്സിലാവില്ല കേട്ടോ. അടുത്തൊരു ഹെഡിങ് കൊടുക്കുക, ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താ ചോദിക്കാനുള്ള ജെയ്സിനെ പറഞ്ഞോളൂ. നമ്മളിറങ്ങി ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നാളെ വരുമ്പോ പഠിക്കാനുള്ളത് എന്തൊക്കെയാ? ഇന്നേക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി. പഠിച്ചിട്ടുണ്ടാ? മൊളാരിറ്റി ഒക്കെ. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ ജെസ് ഒന്ന് പറഞ്ഞേ. ഇന്നലെ വന്നില്ലേ ജെസ്? മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. മൊളാരിറ്റി അല്ലേ ചോദിച്ചേ? ലിറ്റി ആണ് പറഞ്ഞത്. കറക്റ്റ് ആണ്. മൊളാരിറ്റിയുടെ എന്താ അതിനൊന്ന് പറഞ്ഞേ. മൊളാരിറ്റി